താങ്ക് യു സുഭാഷ് സാർ. JRCM വളരെ തിരക്ക് പിടിച്ച് എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അല്ലേ? വളരെ സന്തോഷം. സുഭാഷ് സാർ ഹരിസിഞ്ചിനിയുടെ കമ്പനി കാണാൻ പോയ കാര്യം സുഭാഷ് സാർ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ട്രെയിനർ ആണെന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ പല ആളുകൾക്കും സുഭാഷ് സാറിനെ അറിയില്ല. അറിയില്ലെന്ന് പറയുന്നത് അത് മോശമായിട്ടല്ല. ആ ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് പറയാവേ, ഡീറ്റെയിൽ ആയിട്ടല്ല. എന്നറിയോ, അത് സാറ് പറഞ്ഞ നന്നായി. കാരണം വെച്ചാൽ അന്ന് 5 പേരാണ് കേരളത്തിൽ ഞങ്ങൾ പോയത്. അന്ന് നോബൽ സാർ എന്റെ കൂടെ വേറെ കുറച്ച് പേരുണ്ട്. അങ്ങനെ 5 പേര്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഷിറോജ് സാർ അതിന്റെ MD ഞങ്ങളെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു സ്വീകരണവും അവിടെ കൊണ്ടുപോയിട്ട് അയ്യോ, എനിക്ക് ശരിക്കും അങ്ങനെ ഹിന്ദി ഫ്ലുവന്റ് ഒന്നല്ല, പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് ധൈര്യത്തിന് നോബൽ സാർക്ക് കൂടി ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ പറയട്ടെ, ഒരു ലാംഗ്വേജും പഠിക്കേണ്ട, ഒരു ഹിന്ദി അറിയണ്ട, അവരുടെ കൂടെ കൂടിയാൽ ആ കുറച്ച് ദിവസം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ആളുകൾ അതിന്റെ കമ്പനിയിൽ പോയിട്ട് അവിടുന്ന് ആ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഭാഷയൊന്നും ഒരു പ്രശ്നമല്ലേ, അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്നും പറയണമെന്ന് തോന്നിയോണ്ട് പറഞ്ഞാണ്. ആ ഒരു അവസരം കിട്ടിയാൽ ആരും അത് പാഴാക്കരുത്, അവിടെ പോയിട്ട് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അത്രയ്ക്ക് സ്നേഹമുള്ള മനുഷ്യൻ. ഇന്നും ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിലെ പ്ലാറ്റ്ഫോമിൽ മീറ്റിംഗ് അവതരിപ്പിക്കുക മാത്രമല്ല, ഹരിസൻ ജീവിന്റെ ട്രെയിനിങ് എവിടെ സൂമിൽ നടക്കുന്നുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, അദ്ദേഹം എനിക്ക് പേഴ്സണലി അത് ഷെയർ ചെയ്യും. അത്രയ്ക്കൊരു ബന്ധമാണ് അദ്ദേഹം, അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. എന്തായാലും അവസരം കിട്ടിയാൽ ആരും പാഴാക്കരുത്. ഓക്കെ, താങ്ക് യു. JRCM ഓട്ടോമുസ. താങ്ക് യു സുഭാഷ് സാർ. അപ്പോ വളരെ സന്തോഷം. ഇന്നലെ നമ്മള് ഹരിസഞ്ജീവിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒന്ന് ഓടിച്ച് പരിചയപ്പെട്ടു. കുറച്ച് അധികം ആളുകൾക്ക് കിട്ടിയുള്ള റിസൾട്ടും നമ്മൾ കാണിച്ചിരുന്നു. ഇന്ന് നമുക്ക് 1-2 എക്സ്പെർട്സ് അവരുടെ അനുഭവങ്ങൾ പറയാൻ നമ്മളോട് ഉണ്ടാവും. ഇന്നലെ പരിചയപ്പെടാത്ത കുറച്ച് പ്രൊഡക്റ്റിന്റെ ഒരു ലഘു വിവരണമാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്നലെ പറഞ്ഞ പ്രൊഡക്റ്റുകളിലെ ഒരു ഓടിച്ചുള്ള റീകാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കാരണം ഇന്ന് ആരെങ്കിലും പുതിയ ആളുകൾ കാണും, ഇന്നലെ വരാത്തവരാരെങ്കിലും കാണും. ഇന്നലെ വന്ന ആളുകൾ ഇത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് വരാത്തവർ ചിലപ്പോൾ കാണും, ചിലപ്പോൾ മറ്റു പല തിരക്കലുകൊണ്ടും വരാത്തവർ കാണും. ഏതായാലും ഇനിയും കുറച്ചുപേരുടെയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഒരു 5 പേരോടെങ്കിലും നിങ്ങൾ പേഴ്സണലി വിളിച്ച് പറയണം. സുഭാഷ് സാർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഏറ്റവും കൂടുതൽ വോളിയം തരുന്ന, അതായത് പെർസെൻറ്റേജ് വോളിയം തരുന്ന ഉൽപ്പന്നങ്ങളുടെ സെഗ്മെന്റിൽ ഒന്നാണ് ഹരിതൻ ജീവനി. മാത്രമല്ല ഞാൻ കേട്ടിട്ടുള്ളത്, ഇതിൽ നിന്ന് ഒരു പൈസ പോലും RCM ലാഭം എടുക്കുന്നില്ല അത്രേ. കാരണം ആരോഗ്യമാണ് ലക്ഷ്യം. സുഭാഷ് സാറിന് പോലെ മണ്ണ് നന്നായാലേ മനുഷ്യന്റെ ആരോഗ്യം നന്നാകൂ എന്നുള്ള ആ ഒരു പോളിസി ഉള്ളത് കൊണ്ട് ഹരിത സഞ്ജീവനിയുടെ വിപണനത്തിലൂടെ RCM ലാഭമൊന്നും മേടിക്കുന്നില്ലെന്നാണ് ആരോ പറഞ്ഞ് ഞാൻ കേട്ടത്. ഇത് ഒഫീഷ്യൽ ഇൻഫർമേഷൻ അല്ല. അത് നോക്കിയാൽ മനസ്സിലാകും ഇതിന്റെ വിലയിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. എപ്പോഴോ ഒരിക്കൽ 1-2 പ്രാവശ്യം ചെറിയൊരു വില മാറിയെന്നല്ലാതെ ബാക്കി അതിനകത്ത് വിലയൊന്നും മാറിയിട്ടില്ല. അതിന് കാരണം ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം ആളുകൾ ഇന്ന് ഉപയോഗിക്കുന്നു. അന്ന് ഏതെങ്കിലും ഒരു പുതിയ സെഗ്മെന്റ് വരുമ്പോൾ അത് ഏറ്റവും പരീക്ഷിക്കാൻ നല്ല പരീക്ഷണശാല കേരള. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയാൽ ഇന്ത്യയിൽ എവിടെയും പോകും എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ സുഭാഷ് സാർ പറഞ്ഞ ഷിരയുടെ സാറ് ഇഷ്ടം പോലെ പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നടക്കുന്ന, സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന റിസൾട്ട് കണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇത് വ്യാപിച്ചു. അതിൽ ഹരിസഞ്ജീവിനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വഹിച്ച ഗ്രേറ്റ് ലീഡർ നമ്മുടെ എല്ലാം ഗ്രേറ്റ് അപ്പലിനാടുള്ള ഗോപകുമാർ സാറാണ്. RCMൽ ഹരിസഞ്ജീവിനി എസ്റ്റാബ്ലിഷ് ആകുന്നതിന് ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ വഹിച്ചത് ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ കർണാടക ടീം ഒരു മാസം 3 ലക്ഷം വോളിയം ഒരഴിയിൽ ചെയ്യുന്ന ഹസ്ബൻഡും വൈഫും എന്ന് പറഞ്ഞാൽ ഒരാള് ശരിക്കും പറഞ്ഞാൽ 6 ലക്ഷം വോളിയം ഒരു മാസം ചെയ്യുന്നു. ആ തരത്തിൽ വരെ സെയിൽ ചെയ്തിരുന്ന ആളുകളുണ്ട്. നമ്മള് ഹരിസഞ്ജീവനിയുടെ ടാർഗറ്റ് 50,000 PV, 1 ലക്ഷം PV ഒക്കെ ടാർഗറ്റ് ചെയ്ത ആളുകളെ കമ്പനിയുടെ മൂന്നാറിലൊരു ട്രിപ്പിന് കൊണ്ടുവന്നപ്പോ കേരളത്തിൽ നിന്ന് എന്താ പറയാ കോംപ്ലിമെന്ററി എൻട്രി കിട്ടിയ ഒരു 10-20 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തമായിട്ട് PV ചെയ്തിട്ട് വന്ന ആളുകൾ വളരെ കുറവായിരുന്നു. പക്ഷെ അവിടുന്ന് കൃഷിക്കാരായ 100 കണക്കിന് ആളുകളുണ്ടായിരുന്നു. ആയിരക്കൊണ്ടി എന്ന് പറയുന്ന മൂന്നാറിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു റിസോർട്ടിൽ 2 ദിവസത്തെ പ്രോഗ്രാം ഒക്കെ നടത്തിയപ്പോൾ കംപ്ലീറ്റ് ആളുകൾ കർണാടകത്തിലായിരുന്നു. കുറച്ച് പേരിന് തമിഴ്നാട്ടിൽ നിന്നും, പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ. ഞാൻ പറഞ്ഞത് അത്രയധികം ഹരിത സഞ്ജീവനി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യയിലൊട്ടാകെ അങ്ങോട്ട്
അതെ, ബേബി സാർ പറയുന്ന ഹരിതഞ്ജീവനി അവരുടെ പ്രൊഡക്ഷൻ തികയാതെ വരണം, ആ രീതിയിലാക്കണമെന്നാണ്. തീർച്ചയായിട്ടും ആദ്യം ആ കമ്പനിയുടെ പ്രൊഡക്ഷനൊക്കെ കാണാൻ ഞാൻ പോയപ്പോൾ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ അത്ര വലുതൊന്നും ആയിരുന്നില്ല. കാരണം മഹാരാഷ്ട്രയില് നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ്, നാസിക്കിലാണ് നമുക്കറിയാം മുന്തിരിയുടെ കൃഷി ഏറ്റവും കൂടുതലുള്ളത്. ഷിരോഡ സാർ പറഞ്ഞത് നാസിക്കുകാർ ആരും മുന്തിരി കഴിക്കാറില്ലെന്നാണ്. മുന്തിരി ലോകത്താകമാനുള്ള ആൾക്ക് കൊടുക്കാനുള്ള മുന്തിരി അവിടെ ഉണ്ടാക്കുന്നുണ്ട്, കയറ്റി വയ്ക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും തന്നെ മുന്തിരിയുടെ പല പല വെറൈറ്റിയും എത്തുന്നത് നാസിക്കിൽ നിന്നാണ്. പക്ഷെ നാസിക്കാർ മുന്തിരി കഴിക്കാറില്ല, കാരണം അത്രയധികം കീടനാശിനികളും രാസപദാർത്ഥങ്ങളാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഷിരോഡ സാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് ഇത്രയധികം ട്രിപ്പ് അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുണ്ട്, കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. പക്ഷേ ട്രാൻസ്ലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹിന്ദി മനസ്സിലാകുന്ന ആളുകൾ ഇഷ്ടം പോലെ കൃഷിക്കാർ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ, ഇന്ത്യയിൽ ധാരാളം റിസൾട്ട് വന്നപ്പോൾ ഇനി അത്രയധികം ഓട്ടം ഇങ്ങോട്ട് വേണ്ട, നിങ്ങൾ ചെയ്തോ എന്നുള്ള രീതിയിൽ ഒരല്പം അദ്ദേഹം എന്താ പറയാ കൈ എടുത്തു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏകദേശം ഒരു വർഷത്തോളമായിട്ട്, നമ്മുടെ സ്റ്റാറുബി ബിനു സാറ് പ്രത്യേകം എന്താ പറയാ മുൻകൈ എടുത്തുകൊണ്ട് ഷിരോഡ സാറുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയും കുറച്ച് ആളുകൾ ടാർഗറ്റുകളൊക്കെ ചെയ്ത് ബിനു സാറിന്റെ ടീമിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഫാക്ടറി കാണാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും അദ്ദേഹത്തിന്റെ വിസിറ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ കാരണം തുടക്കത്തിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശ്രദ്ധ കൂടുതൽ ആളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കമ്പനിയിൽ നിന്ന് ഉണ്ടാകാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ IBO നാം ഓരോരുത്തരും ഇതിന്റെ ചുമതലക്കാരാണെന്ന് മനസ്സിലാക്കി ഇത് ഏറ്റെടുത്ത് പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനും നാം ഓരോരുത്തരും തയ്യാറാണ്. ഇഷ്ടം പോലെ ആൾക്ക് കേരളത്തിൽ തന്നെ ഒരു 10,000-10,000-ത്തിലധികം ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഇന്നലെ സംസാരിക്കാത്ത കുറച്ച് ആളുകളെങ്കിലും ഇന്ന് അനുഭവം പറയാൻ നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 450-അടുത്ത ആളുകളായി. ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ട പ്രൊഡക്റ്റുകളും അതിന്റെ വിശേഷങ്ങളും ഒന്ന് റീക്യാപ്പ് ചെയ്ത് കുറച്ച് റിസൾട്ടും ഒക്കെ നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു PPT ആണ് കാണിച്ചിരുന്നത്. എന്നോട് ആരോ ഒരാള് അതിന്റെ ബിനു സാറാണ്, വെഞ്ഞാറമ്മോട് ബിനു സാർ അതിന്റെ ഒരു PPT ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഇതൊക്കെ എന്തിനാ, എല്ലാവരും ഉപയോഗിക്കണം. ഞാൻ ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യാം. ഇതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം, കാണിച്ചു കൊടുക്കണം. കാരണം ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല. കേരളത്തിലെ ഓരോ വീട്ടിലും ഗാർഡൻ ഗോളിലും ഹരിതസഞ്ജീവനി ഉപയോഗിച്ച് പച്ചക്കറി എങ്കിലും കൃഷി ചെയ്തുണ്ടാക്കണം. കേരളത്തിലെ ഓരോ കൃഷിക്കാരനും ഹരിതസഞ്ജീവിയുടെ നന്മ നേരിട്ട് മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഹരിതസഞ്ജീവനി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമായി ഇതിന്റെ പരീക്ഷണം നടത്തിയത് ഇവിടെ ആലുവയിലടുത്ത് നമ്മുടെ ഒരു കരീം സാർ ഉണ്ടായിരുന്നു, MK ബാബു സാറിന്റെ ടീമില് റോയൽ ടീച്ചറായിട്ടുള്ള കരീം സാർ. അദ്ദേഹത്തിന് അന്നൊരു ആ പോളി ഫാമില് ഹരിതസഞ്ജീവനി കൊണ്ട് ചീര കൃഷി ചെയ്ത് ആലുവയിൽ നിന്ന് ശതാബ്ദി എക്സ്പ്രസിൽ ആ ചീര കൊണ്ടുവന്ന് തൃശ്ശൂര് ഉള്ള ആസിമിന്റെ പ്രോഗ്രാമിൽ ആളുകൾക്ക് കൊടുത്തു. ഓരോ കെട്ട് ചീര ഓരോരുത്തർക്ക് കൊടുത്തു. ആലോചിച്ചേക്ക്, ശതാബ്ദി എക്സ്പ്രസിലൊക്കെ ചീര കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോയി ഉപയോഗിച്ച ആളുകൾ ഓരോരുത്തരും പറഞ്ഞ് ഇത്രയും രുചിയുള്ള ചീര ഞങ്ങൾ കഴിച്ചിട്ടില്ല. ഇന്നും ഇന്നലെയൊക്കെ ആളുകൾ പറഞ്ഞതാണ് ഹരിതസഞ്ജീവിനി, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ അല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഫലങ്ങൾക്ക് നമുക്ക് വിവരിക്കാനാവാത്ത തരത്തിലുള്ള രുചിയാണ്, അതിൻ്റെ ഗുണമാണ്. അപ്പം ഒരു ഫലത്തിന് വേണ്ടത് ഏറ്റവും അതിൻ്റെ തനതായ സ്വഭാവം, ഗുണം, മണം, രുചി ഒക്കെയാണ്. അത് തരാൻ ഈ ഹരിതസഞ്ജീവിനി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതുപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇന്നലത്തെ പോലെ നമുക്ക് ഒരിക്കലും ചോദിക്കാം, ഹരിതസഞ്ജീവനിയുടെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിച്ചിട്ടുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. എല്ലാവർക്കും ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും അതുപോലെ ഈ പ്രോഗ്രാം നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ട് വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞോളൂ. കാരണം ഇന്നലെ പറഞ്ഞ പ്രോഡക്റ്റുകളുടെ റീക്യാപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴേക്കും നിങ്ങളുടെ ടീമിൽ നിന്ന് കുറച്ച് പേർ കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ ഗുണമുണ്ടാവും. ഓക്കെ, എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കട്ടെ. ഹാൻഡ് റൈസ് ചെയ്യാത്ത ആളുകൾ, അതായത് ഹാൻഡ് റൈസ് ചെയ്യാത്ത ആളുകൾ കാണണം. ഇത്ര അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഹരിതസഞ്ജീവനി, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ പല ഷോപ്പുകളിലും ഹരിതസഞ്ജീവനി എല്ലാ പ്രൊഡക്റ്റുകളും ഇല്ല. ഏതാണ്ട് 70ഓളം ആളുകൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് ഫാമിങ്ങിന്റെ ഒരു ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ഹരിത വിപ്ലവം, ഗ്രീൻ നോർമൽ ബോർലോഗിന്റെ നേതൃത്വത്തിൽ കാർഷിക രംഗത്ത് 1960കളിൽ ഉണ്ടായ മുന്നേറ്റമാണ് ഹരിത വിപ്ലവം.
ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? വലിയ കാര്യമൊന്നുമില്ല. എന്നാലും അരി, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിലാണ് ഈ ശാസ്ത്രീയ സമ്പ്രദായം ഏറെ ഗുണം ചെയ്തത്. മെക്സിക്കോയിൽ 1945 തുടങ്ങിയ ഒരു പദ്ധതിയിൽ നിന്നാണ് ഹരിത വിപ്ലവത്തിന്റെ ആരംഭം. 1966, 69 കാലഘട്ടത്തിലെ റോളിംഗ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയിൽ ഇതിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ കാർഷിക മന്ത്രിയുടെ ഉപദേശകനായിരുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ ആയിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. എന്തായിരുന്നു ലക്ഷ്യം? കാർഷികോൽപ്പന്നങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുക, അളവ് വർദ്ധിപ്പിക്കുക. കാരണം എന്താ പറയാ, റിക്വയർമെന്റ് കൂടുന്നു, വിളവ് കുറവാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അങ്ങനെയാണ് രാസവളങ്ങളൊക്കെ കൊണ്ടുവന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്തി വിളവ് വർദ്ധിപ്പിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷേ അങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ ഇതിന്റെ ദോഷഫലം അല്ലെങ്കിൽ ഇതിന്റെ ദോഷം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനുള്ള പരിഹാരം അന്വേഷിക്കുമ്പോഴാണ് ഓർഗാനിക് ഫാമിങ്ങിന്റെ സാധ്യതയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കമ്പനി വെങ്കടേഷ് അഗ്രോ ട്രേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് നാസിക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. വിപണന രംഗത്ത് ഒരു ദശാബ്ദത്തില്, ഇതിപ്പോ 2 ദശാബ്ദത്തിലേറെ മികവ് തെളിയിച്ച കമ്പനി. ISO 9000 2008 സർട്ടിഫൈഡ് കമ്പനി. എല്ലാ ഓർഗാനിക് ഉൽപ്പന്നങ്ങളും അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി, ഇന്ത്യയിലെ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ സർട്ടിഫിക്കേഷൻ അതോറിറ്റി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവർക്ക് ഓർഗാനിക് മാത്രമല്ല, അല്ലാത്ത കൃഷി സംബന്ധമായ ഒത്തിരി ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ ഹരിത സഞ്ജീവിനി ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ആർസിമിൽ കിട്ടുന്നത്. ഇത് ആർസിമിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഹരിത സഞ്ജീവിനി, ഷുവർ ഷുഗർ, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്, ഇത്രയും ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. അതിന്റെ ഉപയോഗ രീതിയൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു സയൻസ് നില പറഞ്ഞിരുന്നു. ഇതൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് ഒരു ചെടിക്ക്, ആ ചെടിയുടെ വളർച്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ 13 തരത്തിലുള്ള പോഷകങ്ങൾ വേണമെന്നാണ് പറയുന്നത്. 13 തരത്തിലുള്ള പോഷകങ്ങൾ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതാണ് പ്രധാനപ്പെട്ട വളങ്ങൾ. പിന്നെ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന പേരിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ. മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് വേറെ 7 സിങ്ക്, ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ തുടങ്ങി. അപ്പോ ഇതിന്റെ എന്താ പറയാ, ഒരു അനുപാതം മണ്ണിൽ കൃത്യമായിട്ട് ഇതെല്ലാം സ്വതന്ത്ര രൂപത്തിൽ അവൈലബിൾ ആവുകയും ധാരാളം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ എല്ലാ വിളവുകൾക്കും ഇത് ഒരേ രൂപത്തിൽ ഗുണം ചെയ്യൂ. അപ്പോൾ ചില പ്രദേശങ്ങളിൽ മാത്രം ചില പ്രത്യേക വിളവുകൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനർത്ഥം അവിടുത്തെ മണ്ണിൽ മാത്രമാണ് ആ വിളവിന് വേണ്ട യഥാർത്ഥ പോഷകം ഉള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രമിച്ചാൽ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് കാരണം അവിടുത്തെ മണ്ണിൽ ആ ചെടിക്ക് വേണ്ട പോഷകങ്ങൾ ഇല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായ കേരളത്തിലാണ് ധാരാളമായിട്ട് കാണുന്നത്. വടക്കേന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ഗുണമായിട്ട് വരുന്നില്ല. അതുപോലെ വടക്കേന്ത്യയിലൊക്കെ കൃഷി ചെയ്യുന്ന നമ്മുടെ കോളിഫ്ലവർ പോലെയുള്ളത് നമ്മുടെ നാട്ടിലെ മണ്ണിൽ അത്ര ശരിയായിട്ട് വളരും, പക്ഷേ അവിടെ കിട്ടുന്ന ആ ഒരു ഗുണമേന്മ അതിനുണ്ടാവില്ല. അതുപോലെ ആപ്പിൾ ഉള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന കാശ്മീരിലൊക്കെയാണ്, ഹിമാചൽ പ്രദേശിലൊക്കെയാണ് ആപ്പിൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നത്. ആ ക്വാളിറ്റി, ആ ഗുണം നമ്മുടെ നാട്ടിൽ ആപ്പിൾ മരം നട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അവിടെയൊക്കെയുള്ള മണ്ണിലാണ് ആ മൂലകങ്ങൾ അല്ലെങ്കിൽ ആ ചെടിക്ക് വേണ്ട പ്രത്യേക പോഷകങ്ങൾ ധാരാളമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഗുണം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെടിയെ കുറിച്ച് പറയുമ്പോൾ ചെടിയുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ടൊന്ന് വിലയിരുത്താണ്. ഇതിൽ കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഈ 3 ഘടകങ്ങൾ വായുവിൽ നിന്ന് യഥേഷ്ടം സൗജന്യമായിട്ട് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ സൂര്യപ്രകാശം, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ചെടിയുടെ ശരിയായ വളർച്ചയും കായകളിലെ ഗുണവും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പടം കൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാകും. ഇന്നലെ നമ്മൾ കണ്ട പോലെ മണ്ണിൽ ഈ പറയുന്ന മൂലകങ്ങൾ സംയുക്താവസ്ഥയിലാണ് മിക്കവാറും ഇപ്പോഴുള്ളത്. അതിന് കാരണം ദീർഘകാലമായി രാസപദാർത്ഥങ്ങളും അല്ലെങ്കിൽ രാസവളങ്ങളും കീടനാശിനികൾ ഉപയോഗിച്ചതിന്റെ അവക്ഷിപ്തൻ മണ്ണിലേക്ക് വരുമ്പോൾ ഈ സ്വതന്ത്ര മൂലകങ്ങളെ അത് സംയുക്താവസ്ഥയിലേക്ക് മാറ്റുന്നു. അങ്ങനെ സംയുക്താവസ്ഥയിലാകുമ്പോൾ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ പറ്റാതെ വരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഈ രാസവളങ്ങളുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് രാസവളത്തിലെ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളെ മണ്ണിലേക്ക്, ചെടിയുടെ ചോട്ടിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന കാരിയർ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ഫോർമുല, ഫാക്ടനഫോസ് 20-20-0-15 എന്ന് പറയുമ്പോൾ 20-20-15 എന്ന് പറയുന്നത് ചെടിക്ക് ആഗിരണം ചെയ്യാൻ പറ്റുന്ന പോഷകങ്ങളുടെ സാന്നിധ്യം അത്രമാത്രമേ ഉള്ളൂ. 100 കിലോ എടുത്താൽ 20, 100 കിലോ എടുത്താൽ 20, 100 കിലോ എടുത്താൽ 15. ബാക്കിയുള്ളത് എന്താണ്?
ആ മണ്ണിലേക്ക് ഇതിനെ എത്തിക്കാനുള്ള വാഹനമാണ്. ആ വാഹനം പോളിമറാണ്, എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് ആണ്. അത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കില്ല, ആവിയായി പോവുകയുമില്ല. അങ്ങനെ വരുമ്പോൾ മണ്ണിന്റെ ഘടനയിൽ ഉള്ള വെള്ളത്തിനും വായുവിനും വേണ്ടി കരുതിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഇത് കടന്നുകൂടുകയും മണ്ണ് കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ വേരോട്ടം കുറഞ്ഞു പോകുന്നു. ഇതാണ് മണ്ണ് ഫലപുഷ്ടി നഷ്ടപ്പെടാനുള്ള കാരണം. ശരിക്കും നല്ല ഫലപുഷ്ടിയുള്ള മണ്ണിന് 5% ഓർഗാനിക് കാർബൺ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള മണ്ണിൽ പോലും 1.8 ഒക്കെ ഉള്ളൂ. 1 അല്ലെങ്കിൽ 0.9 ഒക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും തീരെ ഒന്നും ഉണ്ടാകാത്ത കണ്ടീഷനാണ്. 0.5 താഴെ ഓർഗാനിക് കാർബൺ ഉള്ള മണ്ണിൽ ഒന്നും ഉണ്ടാവില്ല, അത്ര തരിശായി പോകും. ഇപ്പോൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഹരിസഞ്ജീവിനിയെ കുറിച്ചാണ്. ഹരിസഞ്ജീവിനി 4 പാക്കറ്റിലാണുള്ളത്. ഇതിന് 2 തരത്തിലുള്ള പാക്കറ്റ് ഉണ്ട്. 1/2 ഏക്കറിന് ഉപയോഗിക്കാൻ കഴിയുന്നതും 1 ഏക്കറിന് ഉപയോഗിക്കാനുള്ളതും. 1 ഏക്കറിന് ഉപയോഗിക്കാനുള്ള 750 ഗ്രാമാണ്. അതിന്റെ നേരെ പകുതിയാണ് 1/2 ഏക്കറിനുള്ളത്. അതിനകത്ത് 4 പാക്കറ്റായിട്ടാണ് ഉണ്ടാവുക. ഒന്നാം ഘട്ടം സ്റ്റേജ് 1 അത് മണ്ണിൽ ഉപയോഗിക്കാനാണ്. മണ്ണിൽ ഉപയോഗിക്കേണ്ടത് വെള്ളത്തിൽ കലക്കിയോ ആ കൃഷിയിടത്തിലെ മണ്ണിൽ മിക്സ് ചെയ്തിട്ടോ, അതുപോലെ ഏതെങ്കിലും ഉപയോഗിക്കുന്ന രാസവളത്തിന്റെയോ ജൈവവളത്തിന്റെ നാടൻ വളങ്ങളിലോ കൂടെ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് മണ്ണിൽ പ്രയോഗിക്കാം. സാധാരണഗതിയിൽ ഒരു കൃഷി നടുന്നതിന് 30 ദിവസം മുമ്പ് വരെ നമുക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ മണ്ണ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാം. കൃഷി നട്ട് അല്ലെങ്കിൽ ചെടി നട്ട് 30 ദിവസം വരെ അത് ഉപയോഗിക്കാം. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിളവ്, അതായത് ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒറ്റ പ്രാവശ്യം മാത്രം വിളവ് കിട്ടുന്നവയുണ്ട്. അതിന് ദൈർഘ്യം വളരെ കുറവുള്ളതുണ്ട്. ഒന്നിലധികം തവണ വിളവ് കിട്ടുന്നവയുണ്ട്. ദീർഘകാലം എന്താ പറയുക ആയുസുള്ള ചെടികളുണ്ട്. ഇതിനൊക്കെ ഉള്ള പ്രയോഗത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഫലത്തിൽ ഇത് മണ്ണ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഒന്നിലധികം തവണ വിളവ് തരുന്ന അല്ലെങ്കിൽ വർഷങ്ങളോളം എന്താ പറയുക ആയുസുള്ള ചെടികളാണെങ്കിൽ അവയ്ക്ക് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ ഗുണകരമാണ്. അതില്ലാതെ ഒറ്റ പ്രാവശ്യം മാത്രം വിളവ് തരുന്നതൊക്കെയാണെങ്കിൽ 1 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പോൾ ഒന്നാം സ്റ്റേജിന്റെ പ്രയോഗം എങ്ങനെയാണ്? 2, 3, 4 സ്റ്റേജ് വെള്ളത്തിൽ കലക്കി ചെടിയിൽ സ്പ്രേ ചെയ്യാനാണ്, മണ്ണിൽ സ്പ്രേ ചെയ്യാനല്ല. ഒന്നാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്യാനല്ല, മണ്ണിൽ ഉപയോഗിക്കാനാണ്. സോയിൽ ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് പറയുന്നത്. 2, 3, 4 നമുക്ക് സ്പ്രേ ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന് സ്പ്രേ ചെയ്യാനുള്ള ലായനി തയ്യാറാക്കുമ്പോൾ 1 ഗ്രാം പൊടി 1 ലിറ്റർ വെള്ളം അതായിരിക്കണം കലക്കുന്നതിന്റെ അനുപാതം. അപ്പൊ ആദ്യത്തെ സ്പ്രേ, അതായത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അളവിൽ കുറവാണ്. കാരണം എന്താണ്? ചെടിക്ക് അത്രേ വളർച്ച ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ ഘട്ടം കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാകും ചെടി. അപ്പം ഏരിയ ഓഫ് ആപ്ലിക്കേഷൻ കൂടുതലുണ്ടാകും. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേജിൽ പാക്കറ്റിന് കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. മൂന്നാമത്തെ സ്റ്റേജ് സ്പ്രേയിങ്ങിന്റെ 3ാമത്തെ സ്റ്റേജ്, അതായത് 4ാം ഘട്ടം. അതിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും ചെടി വളർന്നിട്ടുണ്ടാകും. എല്ലാ ഇലകളിലും സ്പ്രേ ചെയ്യണമെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി വേണം. അതുകൊണ്ട് 250 ഗ്രാം ഉണ്ട്. ഇതാണ് ഹരിതഞ്ജീവിയുടെ 1ാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഹരിതഞ്ജീവിയുടെ ബോക്സ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ പാക്കറ്റിനകത്ത് ഒരു ലീഫ്ലെറ്റ് ഉണ്ട്. ആ ലീഫ്ലെറ്റിനകത്ത് ഓരോ ചെടികൾക്കും ഉപയോഗിക്കേണ്ട 1ാം ഘട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എത്ര ദിവസത്തിന് ശേഷം അപ്ലൈ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് നമുക്ക് കിട്ടുന്ന ലീഫ്ലെറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ് ഇത് മലയാളത്തിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം വന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ചായ ഉണ്ടാക്കാൻ വേണ്ടി ചായയും പാലും പഞ്ചസാരയും ഒക്കെ വേണം. ഇതെല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ. ചിലർ ആദ്യം പാല് തന്നെ തിളപ്പിക്കുന്നു, ചായ തന്നെ തിളപ്പിക്കുന്നു, ചിലർ എല്ലാം കൂടെ ഒന്നിച്ച് തിളപ്പിക്കുന്നു, ചിലർ എന്താ പറയുക ഇഞ്ചി ചേർക്കുന്നു, അല്ലേ? പക്ഷെ ഇതെല്ലാം എങ്ങനെയാണെങ്കിലും ചായയൊക്കെ തന്നെ. എന്ന് പറഞ്ഞാൽ ഇതിന് റിസൾട്ട് എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഇന്നലെ നമ്മൾ പഠിച്ച മറ്റൊരു പ്രൊഡക്റ്റാണ് ഫ്രൂട്ട്സ് സ്പെഷ്യൽ. അതായത് എല്ലാ തരത്തിലുള്ള പഴങ്ങൾക്കും, പഴങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെടിയിൽ നിന്ന് കിട്ടുന്ന ഫലം അങ്ങനെ തന്നെ പറയാം. അത് കായാണെങ്കിലും കുരുവാണെങ്കിലും കിഴങ്ങാണെങ്കിലും എല്ലാത്തിനും ഇത് ഗുണം ചെയ്യുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഉപയോഗിക്കാം. ഇത് സ്പ്രേ ചെയ്യാനാണ്. ഫ്രൂട്ട് സ്പെഷ്യല് ശരിക്കും പറഞ്ഞാൽ ഒരു വിളവില് 5 പ്രാവശ്യം സ്പ്രേ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മാവാണെങ്കിൽ അതിൽ തളിരുണ്ടാകുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്നു, പിന്നീട് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്നു, പിന്നെ അത് പൂക്കൾ വിരിഞ്ഞ് കായാകുന്ന സമയത്ത്, കായ വളരുന്ന സമയത്ത്, പിന്നെ പഴം പാകമാകുന്ന സമയത്ത്, ഇങ്ങനെ 5 പ്രാവശ്യം സ്പ്രേ ചെയ്താൽ അത് കൂടുതൽ ഗുണം തരും. ഇത് എല്ലാ തരത്തിലുള്ള ഫലങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ 200-ലധികം വിളവുകളിൽ ഇത് ഉപയോഗിച്ച് കൃഷിക്കാർക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ
ഇത് ഹരിതഞ്ചിയുടെ 1ാം സ്റ്റേജ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. വലിയ വൃക്ഷങ്ങൾക്കും കൂടുതൽ ആയുസുള്ളവയ്ക്കും കൂടുതൽ ഫലം തരുന്നവയ്ക്കും ഒക്കെ ഉദ്ദേശിച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ പലതരത്തിലുള്ള ഉപയോഗം നടത്തിയ ആളുകൾ വലിയ അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ്. വാഴയ്ക്കും ഒക്കെ ഇത് ആണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഹരിതസഞ്ജീവിനി നെൽകൃഷിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ സോയിൽ ഹെൽത്ത് ഉപയോഗിക്കാറുണ്ട്. തെങ്ങ്, മാവ്, ജാതി, ഗ്രാമ്പു, പിന്നെ നമ്മുടെ എന്താ പറയുക കമുക്, ഇവയ്ക്കൊക്കെ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഒരു കോമ്പിനേഷൻ ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു. ഇഞ്ചി, അതുപോലെ ഏലം, കുരുമുളക്, ഇവയ്ക്കൊക്കെ ഇത് ഉപയോഗിച്ച് അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു പ്രൊഡക്റ്റ്, ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്കെ, കുറച്ചുകൂടെ റിസൾട്ട് ഇന്നലെ കണ്ടതാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓടിച്ച് കാണിക്കാം ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞതിന് ശേഷം. ഇത് സ്പ്രേമാക്സ്. സ്പ്രേമാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിക്കാര് ഉപയോഗിക്കുന്ന ഏത് സ്പ്രേയിങ്ങും, അതായത് അത് വളമായിക്കോട്ടെ, കീടപ്രതിരോധന ആയിക്കോട്ടെ, കീടനാശിനി ആയിക്കോട്ടെ, എന്താണെങ്കിലും സ്പ്രേ ചെയ്യുമ്പോൾ കൃഷിക്കാർക്ക് വലിയ നഷ്ടം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ പ്രയോഗത്തിൽ അല്പം കൂടെ പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അത് വരാത്തത് കൊണ്ട് നഷ്ടമുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ആ നഷ്ടം ലഘൂകരിക്കാനും സ്പ്രേയിങ് കൂടുതൽ ഫലപ്രദമാക്കാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് RCM സ്പ്രേമാക്സ് 85. ഹരിതസഞ്ജീവിനി സ്പ്രേമാക്സ് 85. ഇതിന്റെ രീതി എങ്ങനെയാണ്? ഇതൊരു നോൺ അയോണിക് സ്പ്രേ അഡ്ജുവന്റ് ആണ്. എന്ന് പറഞ്ഞാൽ സ്പ്രേയിങ്ങിനെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുന്നു. ഏത് തരത്തിലുള്ള സ്പ്രേയിങ്ങിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് സ്പ്രേ ചെയ്യുമ്പോഴും ഇത് ഉപയോഗിച്ചാൽ ആ സ്പ്രേയിങ് കൂടുതൽ ഫലപ്രദമാകും. എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ? അതിൽ ബോഡോ മിശ്രിതം അല്ല തുരിശ്, അതിൻ്റെ കൂടെ മാത്രം ഉപയോഗിക്കരുത് എന്ന് പറയാറുണ്ട്. ബാക്കി ഏതിൻ്റെ കൂടെയും നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുക, അതിനെ ലഘൂകരിക്കുക, അങ്ങനെ സ്പ്രേയിങ് കൂടുതൽ എഫക്റ്റീവ് ആക്കുക, കാര്യക്ഷമമാക്കുക, ചെലവ് കുറച്ച് അതിന് റിസൾട്ട് കൊണ്ടുതരിക. ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഉദ്ദേശം. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഏത് സ്പ്രേ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇലയിൽ സ്പ്രേ ചെയ്യുമ്പോൾ ലായനിയുടെ പ്രതലബലം കുറച്ച് വളരെ വേഗം പരക്കാൻ സഹായിക്കുന്നു. തന്മൂലം ഇലയിൽ എല്ലായിടത്തും ഒരുപോലെ ആകുന്നു. ഇപ്പൊ നമ്മൾ ഒരു സ്പ്രേ ഗണ്ണ് കൊണ്ട് ഒരു ഇലയിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ അത് വലിയ തുള്ളികളായിട്ട് വീഴും, ചിലത് ചെറിയ കണികളായിരിക്കും. ആ സ്പ്രേ ഗണ്ണിന്റെ മൗത്തിൽ തന്നെ കുറെ താഴേക്ക് വീഴുന്നുണ്ടാകും. എന്നാൽ ഇതിന്റെ പ്രതലബലം, സർഫസ് ടെൻഷൻ കുറച്ചുകൊണ്ട് ഒരേ കണികകളാക്കി അത് വേഗത്തിൽ വീഴാനായിട്ട് സഹായിക്കുന്നു. സ്റ്റിക്കർ ഇലകൾ പലപ്പോഴും ഒന്നുകിൽ ഇങ്ങനെ മുകളിലേക്ക് നിവർന്നായിരിക്കും, അല്ലെങ്കിൽ താഴേക്കായിരിക്കും. അപ്പൊ സ്പ്രേ ചെയ്ത് വീഴുന്ന ലായനി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനൊരു പശ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ വരുമ്പോൾ സ്പ്രേ ചെയ്യുന്ന ലായനി ഇതിനോട് ചേർന്ന് ഒട്ടിപ്പിടിക്കുമ്പോൾ സ്പ്രേ ചെയ്യുന്നതിലെ നഷ്ടം താഴേക്ക് വീണ് ഒഴുകിപ്പോകാതെ അത് കൃത്യമായിട്ട് ഇലയിൽ തങ്ങി നിൽക്കുകയും, ഇലയിൽ സ്പ്രേ ചെയ്യുന്ന സാധനം ഇലയിൽ തങ്ങി നിന്ന് അത് ആഗിരണം ചെയ്യപ്പെടണം, എങ്കിലല്ലേ അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ. അതിനാണല്ലോ നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അത് കീടനാശിനി ആണെങ്കിലും മൈക്രോ ന്യൂട്രിയൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ ഹരിതസഞ്ജീവിയുടെ 2, 3, 4 സ്റ്റേജ് സ്പ്രേ ചെയ്യാനാണ്. അതുപോലെ ഫ്രൂട്ട് സ്പെഷ്യൽ സ്പ്രേ ചെയ്യാനാണ്. അപ്പൊ അതൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം സ്പ്രേമാക്സോടെ മിക്സ് ചെയ്താൽ അതിന്റെ സ്പ്രേയും കൂടുതൽ കാര്യക്ഷമമാകും, റിസൾട്ട് കിട്ടും. പെനിട്രന്റ്, സാധാരണഗതിയിൽ ഇലയിലേക്ക് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇലയുടെ ഏറ്റവും മുകളിലത്തെ ഒരു ലെയർ ക്യൂട്ടിക്കൽ എന്ന് പറയും. ആ ക്യൂട്ടിക്കൽ എന്തിനേയും പ്രതിരോധിക്കും, ഉള്ളിലേക്കൊന്നും കടന്നു കയറാതെ. കാരണം ഒരു ചെടിയുടെ ബ്രെയിനാണ് അത്ര ഇല. നമുക്കറിയാം ഏത് ചെടിയുടെയും തളിര്, ഇപ്പോൾ വാഴയാണെങ്കിൽ അതിലേക്ക് വെള്ളം വീഴുന്ന, ചേമ്പിന്റെ ഇലയിൽ വെള്ളം വീഴുന്ന പോലെ വെള്ളം പിടിക്കല്ല, ഒഴുകിപ്പോകും. എന്നാൽ കുറച്ച് ആ ഇല മൂത്തതിന് ശേഷമാണ് അതിലേക്കൊക്കെ ഇല വെള്ളം പിടിക്കുന്ന സ്വഭാവമാകുന്നത്. അപ്പോൾ സ്പ്രേമാക്സ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും ആ ഇലയിൽ അത് പറ്റിപ്പിടിക്കും. ഇത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെൽച്ചെടിയുടെ അല്ലെങ്കിൽ പിന്നെ ബാമ്പു, മുളയുടെ ഇല വെള്ളത്തിൽ മുക്കി നോക്കുക, അത് നനയില്ല. എന്നാൽ ആ വെള്ളത്തിനകത്ത് 2 തുള്ളി സ്പ്രേമാക്സ് ഒഴിച്ചതിന് ശേഷം ആ ഇല ആ വെള്ളത്തിൽ മുക്കിയെടുക്കുക, ആ ഇല നനഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഇലയിലേക്ക് അത് പറ്റിപ്പിടിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഇലയുടെ ക്യൂട്ടിക്കലിനെ കുറച്ച് സമയത്തേക്ക് അത് ട്രാൻസ്പെറന്റ് ആക്കി ഈ സ്പ്രേ ചെയ്യുന്ന എന്താ പറയുക, സ്പ്രേ ചെയ്യുന്ന
സാധനം, അത് മൈക്രോ ന്യൂട്രിയൻ്റ് ആവട്ടെ അല്ലെങ്കിൽ കീടനാശിനി ആവട്ടെ എന്താണെങ്കിലും ഇലയ്ക്കുള്ളിലേക്ക് ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കും. അതിനാണ് പറയുന്നത് പെനിട്രൻറ്റ്. കുറച്ച് സമയത്തേക്ക് ഇലയുടെ ക്യൂട്ടിക്കലിനെ അത് ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ സ്പ്രേമാക്സ് അങ്ങനെ ക്യൂട്ടിക്കലിനെ സുതാര്യമാക്കിയ ദ്രാവകം ഉള്ളിലേക്ക് പോകാനായിട്ട് സഹായിക്കും. പിന്നെ ഡ്രിഫ്റ്റ് കൺട്രോൾ ഏജന്റ്, ആ പടം കാണിച്ചിരിക്കുന്നില്ലേ, അതായത് ഒരേ തരത്തിലുള്ള കണികകളായി ഇതിന്റെ സ്പ്രേയിങ് നോസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോഴുള്ള പ്രസരണ നഷ്ടം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഉപയോഗിക്കുന്ന ഏതു തരം ദ്രാവകത്തോടൊപ്പവും പ്രതിപ്രവർത്തിക്കാതെ നിലനിൽക്കുന്നു. ഹരിസഞ്ജീവിനി 2, 3, 4 ഘട്ടം പ്രയോഗിക്കുമ്പോൾ 100 ലിറ്ററിന് 50 മില്ലി ചേർക്കുക. കൃഷിയിടം മൊത്തമായി നനയ്ക്കുമ്പോൾ 1 ഏക്കറിൽ 500 മില്ലി എന്ന കണക്കിൽ വെള്ളത്തിൽ ലയിപ്പിക്കുന്നത് സൂക്ഷ്മ ഘടകങ്ങളെയും വളത്തെയും വേരിലേക്ക് വേഗം എത്തിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അനുപാതവും പറയുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്ന സമയത്ത് എത്ര വേണം. അപ്പോൾ ചെറിയ അളവിലേ ആവശ്യമുള്ളൂ, പക്ഷെ ആ ചെറിയ അളവിൽ ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ല റിസൾട്ട് കിട്ടും. സ്പ്രേമാക്സ് ഇതിൻ്റെ ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ്. 1/2 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ കൃഷിക്കാർക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട പച്ചക്കറി കൃഷി ചെയ്യുന്നിടത്ത് എല്ലായിടത്തും അവർ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടാകും. അത് കീടനാശിനിയായിട്ടും അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടും ഒക്കെ. ആ സ്പ്രേ ചെയ്യുന്ന ഏതിനോടും സ്പ്രേമാക്സ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലെ ഫലം, എഫക്റ്റീവ്നെസ് കൂട്ടാനായിട്ട് സഹായിക്കും. ഇതിന് 5 തരത്തിലുള്ള പ്രത്യേകതകളാണ് നമ്മൾ വിവരിച്ചത്. ഇനി റാപ്പിഡ് എന്ന് പറയുന്ന ഒരു കീടപ്രതിരോധിനി, സാധാരണ രീതി കീടനാശിനിയാണ് കൃഷിക്കാർ ഉപയോഗിക്കുന്നത്. കീടനാശിനി എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കുന്നതാണ്. കീടനാശിനി എന്ന് പറഞ്ഞാൽ കീടങ്ങളെ കൊല്ലുകയാണ്, കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷമാണ്. ആ വിഷം കീടങ്ങളെ കൊല്ലുന്നത് കുറേശ്ശെ ആണെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാലും നമുക്കത് ദോഷം ഉണ്ടാക്കും. എന്നാൽ റാപ്പിഡ് 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു കീടപ്രതിരോധിനിയാണ്, അതൊരു കീടനാശിനിയല്ല. എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരു കീടവും ചാകുന്നില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതി? ഇത് ചെടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളുടെ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. ഫംഗസ്, കുമിൾ, ബാക്ടീരിയ രോഗങ്ങളും ഈച്ച, ചാഴി, പുഴുവർഗത്തിലെ കീടങ്ങളുടെ ആക്രമണ ഉദാഹരണങ്ങളാണ്. ചെടിയുടെ ഇലകളിൽ നിന്നും ഫലങ്ങളിൽ നിന്നും നീര് വലിച്ചു കുടിക്കുന്നവയാണ് സാർവത്രികവും കൂടുതൽ നാശകരവും ഇലകൾ ചുരുണ്ട് ഉണങ്ങിപ്പോകാൻ ഇടയാക്കുന്നതുമാണ്. കായ്ഫലം കുറയുന്നു. തക്കാളി, വെണ്ട, വഴുതന, പയറുവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം ഇതിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ റോസ്, മുല്ല തുടങ്ങിയ പൂക്കൾ, പരുത്തി, ചായ, കാപ്പി, അങ്ങനെ എല്ലാത്തിലും ഇത്തരത്തിലുള്ള കീടങ്ങളും ഒക്കെ വരാറുണ്ട്. ഈ കീടങ്ങളെ പ്രതിരോധിക്കുക. അപ്പോൾ ആ കീടങ്ങൾ എന്താ ചെയ്യുന്നത്? ചിലത് ഇലയിൽ വന്നിരുന്ന് ഇലയുടെ ഹരിത കണങ്ങൾ തിന്നു തീർക്കും, ചിലത് അതിൻ്റെ തണ്ട് തന്നെ തിന്നു തീർക്കും. ചില കീടങ്ങൾ ഈ തണ്ടിനുള്ളിൽ കടന്ന് അതിനുള്ളിലുള്ള തിന്ന് ആ ചെടിയെ നശിപ്പിക്കും. അപ്പൊ ഏതാണെങ്കിലും ഈ ലാർവയുടെ രൂപത്തിൽ ഇത് ഇലയിൽ വന്നിരുന്ന് വളർന്നു വലുതായിട്ടാണ് ഇത് നാശം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഇലയിൽ മുൻകൂട്ടി ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ മുകളിൽ ഒരു ചെറിയ ലെയർ റാപ്പിഡ് സ്പ്രെഡ് ആയി കഴിയുമ്പോൾ ഈ കീടങ്ങൾക്ക് ഇത് ഭക്ഷ്യയോഗ്യമല്ലാണ്ടാവുന്നു. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ 1 മില്ലി മുതൽ 2 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ചെടിയുടെ ഇലയോട് ചേർത്ത് സ്പ്രേ ചെയ്യുകയാണ് വേണ്ടത്. 15-20 ദിവസം ഇതിൻ്റെ ഗുണം നിലനിൽക്കും. ഇത് സ്പ്രേ ചെയ്ത ഇലകൾ കീടങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാതാവുകയും തന്മൂലം ആക്രമണത്തിൽ ചെടിക്ക് രക്ഷ കിട്ടുകയും ചെയ്യുന്നു. ഒരു നൈസർഗിക ജൈവ ഉൽപ്പന്നം ആയതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും മനുഷ്യർക്കോ ചെടികൾക്കോ ജന്തുജീവികൾക്കോ പരിസ്ഥിതിക്കോ ഉണ്ടാകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ആടോ പശു പോലുള്ളവ ആ ഇല ഭക്ഷിച്ചാലും അവയ്ക്കൊരു ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിന് മുകളിൽ ഒരു ചെറിയ ലെയർ ഫോം ചെയ്യപ്പെടുമ്പോൾ കീടങ്ങൾക്ക് ഈ ഇല ഭക്ഷിക്കാൻ പറ്റാണ്ടാവുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒരു 15-20 ദിവസം വരെ നിൽക്കും. അപ്പോൾ ഓരോ 20 ദിവസം കൂടുമ്പോഴും തുടക്കത്തിൽ ചെടി വളരുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്നതാണ് ഉത്തമം. അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്ന ഹരിതജീവിനി സ്പ്രേ ചെയ്യുമ്പോൾ 2, 3, 4 സ്റ്റേജ് സ്പ്രേ ചെയ്യുമ്പോഴും ഫ്രൂട്ട് സ്പെഷ്യൽ സ്പ്രേ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ എന്ത് ചേർക്കുന്നത് നല്ലതാണ്? റാപ്പിഡ് ചേർക്കുന്നത് നല്ലതാണ്. ഒപ്പം സ്പ്രേമാക്സും. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കീടങ്ങൾക്ക് ഉള്ള പ്രതിരോധമാണ് റാപ്പിഡ്. കീടങ്ങൾക്ക് ഡിഫൻഡ് എന്ന് പറയുമ്പോൾ കീടങ്ങളല്ല, ഡിസീസ്. ഏതൊക്കെ തരത്തിലുള്ള ഡിസീസാണ് വരുന്നത്? നമ്മൾ ഇലകൾ നോക്കിയാൽ ചെറിയ ചെറിയ ഡോട്ടുകൾ കാണാം, ഇലകൾ കരിഞ്ഞു പോകുന്നത് കാണാം, ചില മഞ്ഞപ്പ് കാണാം. ഇതൊക്കെ ഫംഗസ് ആൻഡ് ബാക്ടീരിയ ഡിസീസ് എന്നാ പറയുക. ഈ ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഡിസീസുകളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതാണ് ഡിഫൻഡ്.
സാധാരണ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് ആണ്. ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഫംഗസിനെ നശിപ്പിക്കുന്നതാണ്. ഇത് ഫംഗിസ്റ്റാറ്റിക് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് പ്രതിരോധിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിൻ്റെ ഒരു സയൻസ് പറഞ്ഞിരുന്നു, പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. അതായത് ഇതിൻ്റെ ഘടകങ്ങൾ വിഘടിക്കപ്പെട്ട് ചെടിക്കുള്ളിൽ ആഗിരണം ചെയ്യും. ഇലയിൽ സ്പ്രേ ചെയ്താലും വേരിലൊഴിച്ചു കൊടുത്താലും അത് വേരിലൂടെ ആഗിരണം ചെയ്യപ്പെട്ട് ചെടിക്കുള്ളിൽ ചെന്ന് ഈ പറയുന്ന ഫംഗൽ ബാക്ടീരിയ ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ ആ ചെടിയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. കുറച്ച് നാളുകൾക്ക് ശേഷം അത് വിഘടിക്കപ്പെട്ട് ചെടിക്ക് ഉള്ളിൽ തന്നെ അതിനാവശ്യമുള്ള പോഷകങ്ങളായിട്ട് മാറും. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവത്തിലുള്ളതാണ് ഈ ഡിഫൻഡ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. അപ്പം ഇതും പൊടിയാണ്, വെള്ളത്തിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ജൈവ കുമിൾ ബാക്ടീരിയ പ്രതിരോധിയാണ്. സസ്യത്തിന്റെ ആന്തരിക രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ചാണ് ഇത് സാധ്യമാകുന്നത്. സസ്യത്തിന്റെ വേരിൽ പ്രയോഗിച്ചാൽ ആഗിരണം ചെയ്ത് ഇലകളിലെത്തുകയും, ബെസിപെറ്റൽ ഇലകളിൽ പ്രയോഗിച്ചാൽ ആഗിരണം ചെയ്ത് വേരിലെത്തുകയും അക്രോപെറ്റൽ ചെയ്യുന്ന പ്രകൃതം ഉള്ളതിനാൽ വളരെ വേഗത്തിൽ രോഗത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ഡിഫൻഡ് സ്പ്രേ ചെയ്യുന്നത് ബയോട്ടിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും തന്മൂലം പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു. കൂടാതെ പോഷകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. എല്ലാത്തരം പച്ചക്കറികൾ, പഴങ്ങൾ, അതുപോലെ നാരകം, തെങ്ങ്, കമുക്, ഏലം തുടങ്ങിയവർക്ക് ഫൈറ്റോതോറ പോലെ ഉണ്ടാകുന്ന കേടിനും ഡിഫൻഡ് പ്രതിരോധമാണ്. തക്കാളി, വഴുതന, മുളക് വർഗ്ഗങ്ങൾ തുടങ്ങിയ ബാധിക്കുന്ന ലേറ്റ് ബ്ലൈറ്റിനെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നു. അതുപോലെ മാതളച്ചെടിയിലെ പൂക്കളും ഇലകളും ചുരുണ്ടു പോകുന്ന പോലുള്ള കുമിൾ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. മുന്തിരി മുതലായ വള്ളിച്ചെടികളെ ബാധിക്കുന്ന ഡോണി മെയിൽവ്യൂ ഇതിന് ഫലപ്രദമാണ്. ആർസിയൻ ഡിഫൻഡ് പൂർണ്ണമായും സുരക്ഷിതമാണ്. ഉപയോഗക്രമം: ഡിഫൻഡ് 2 ഗ്രാം സ്പ്രേമാക്സ് 85 മില്ലിയും 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി സ്പ്രേ ചെയ്യുക. അപ്പം സ്പ്രേ ചെയ്യാൻ എത്ര ലിക്വിഡ് ആവശ്യമുണ്ടോ, എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിന് ആനുപാതികമായിട്ട് ഇത് മിക്സ് ചെയ്യുക. അല്പം കൂടിയതുകൊണ്ടോ അല്പം കുറഞ്ഞതുകൊണ്ടോ ഒന്നും വലിയ കുഴപ്പമില്ല. കാരണം ഇതൊക്കെ അളക്കാൻ ഇതിനകത്ത് തന്നെയുള്ള സംവിധാനങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അളക്കാൻ ഒരു ചെറിയ ടംബ്ലർ പോലുള്ള സംഗതി ഇതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ടൊക്കെ നമുക്ക് അളന്നെടുക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരല്പസ്വല്പം കൂടിപ്പോയതുകൊണ്ടൊന്നും ദോഷം ഉണ്ടാകുന്ന ഒരു സംഗതി ഇല്ല. അതാണ് പറഞ്ഞത്, 100% സുരക്ഷിതമാണ്, ഒരു ഡാമേജ് ഒന്നും ഉണ്ടാകുന്നില്ല. കൂടുതൽ ഉപയോഗിച്ചാൽ കുറച്ച് ചെലവ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരേക്കറിന് 500 ഗ്രാം എന്ന കണക്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, ട്രഞ്ചിങ് വഴി മണ്ണിൽ ഉപയോഗിക്കാം. ഗന്ധകം, ബോഡോ മിശ്രം എന്നിവയെ കലർത്താൻ പാടില്ല. ബോഡോ മിശ്രം എന്ന് പറയുമ്പോൾ തുരിശ് പോലെയുള്ള അൽക്കലിനായിട്ടുള്ള ഇവരൊക്കെ മിക്സ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഫ്കോഴ്സ് ഇന്നലെ നമ്മൾ ഗാർഡൻ ഗോൾഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ 543 പേരുണ്ട്. ഞാൻ പറയുന്നത്, ഗാർഡൻ ഗോൾഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ തന്നെ ഒരു ഗാർഡൻ ഗോൾഡ് വാങ്ങിച്ച് വീട്ടിൽ ഉപയോഗിച്ച് നോക്കണം. എന്തെങ്കിലും ചെടികൾ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യൂ. ഇല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് നടാൻ വേണ്ടി കുറച്ച് തൈകൾ വാങ്ങിക്കൂ. മുളക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും 1-2 പച്ചക്കറിയുടെ തൈകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. അത്ര നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം ഗാർഡൻ ഗോൾഡ് ആക്ച്വലി ഒരു വളമാണ്. ബാക്കി ഹരിതജീവനി ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, വളമല്ല, അതൊരു ട്രീറ്റ്മെന്റ് ആണ്. മണ്ണിലുള്ള പരിചരണമാണ്, ചെടിക്കുള്ള പരിചരണമാണ്. അതിലൂടെ മണ്ണിലുള്ള പോഷകങ്ങളെ സമയത്ത് ബാലൻസ്ഡ് ആയിട്ട് ആഗിരണം ചെയ്യാനും അതിലൂടെ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് ഉണ്ടാക്കാനും ചെടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഒക്കെയാണ് മറ്റ് പ്രൊഡക്റ്റുകൾ കൊണ്ട് സഹായിക്കുന്നതെങ്കിൽ ഗാർഡൻ ഗോൾഡ് ആക്ച്വലി ഒരു ഓർഗാനിക് വളമാണ്. അപ്പൊ അതുകൊണ്ട് പൂച്ചെടികൾ ഉൾപ്പെടെയുള്ളവയ്ക്കെല്ലാം ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാണ്. മണ്ണിന്റെ ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു, മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, തൽഫലമായി ചെടിയുടെ വേര് സമൃദ്ധമായി വളരുന്നു, മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ ചെടികളെ സഹായിക്കുകയും ഉപകാരികളായ അണുക്കളുടെ സാന്നിധ്യം മണ്ണിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ചെടി പുഷ്ടിയായി വളരുന്നു, ഇലകൾക്ക് പച്ചപ്പും ആകൃതിയും വലിപ്പവും കൂടുന്നു, പൂക്കളും ഇലകളും കൊഴിയുന്നതിന് തടയുക വഴി നല്ല ആകൃതിയും വലിപ്പമുള്ള കായ്ഫലങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്നു. ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കേണ്ട രീതി: ചെടി നടുന്ന സമയത്ത് ഒരു 50 മുതൽ 100 ഗ്രാം വരെ, പിന്നെ മാസം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന 1 മാസം ഇടവിട്ട് പ്രയോഗിക്കാവുന്നതാണ് 100 ഗ്രാം വീതം. മറ്റേത് വളത്തോടൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഗാർഡൻ ഗോൾഡിന്റെ പ്രയോഗ രീതി. ഇനി സോയിൽ ഹെൽത്ത് ഫ്രൂട്ട് സ്പെഷ്യൽ കോമ്പിനേഷൻ ഏലത്തിന് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നാൽ ഇതല്ലാതെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹരിതസഞ്ജീവനിയും സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഹരിതസഞ്ജീവനി മാത്രം ഉപയോഗിക്കുന്നവയുണ്ട്.
ആദ്യം ഹരിസഞ്ജീവനി ഉണ്ടായിരുന്നുള്ളൂ, പിന്നീടാണ് സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും വന്നത്. സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും വന്നപ്പോൾ അത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്നാണ് വിദഗ്ധരുടെ ഉപദേശം. അല്പം ഹരിസഞ്ജീവനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം വില കൂടുതലാണെന്ന് തോന്നും. പക്ഷേ പറയില്ലേ, അതിന് ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾക്ക് തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂർ പോകണം, ഒരു കാറിൽ പോകണം, നിങ്ങൾക്ക് മാരുതിയിൽ പോകാം, നിങ്ങൾക്ക് എന്തായാലും പറയാ ജഗ്വാറിലും പോകാം. മാരുതിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ ആരെങ്കിലും പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വരും അല്ലേ. കാര്യം കാറാണ്, ചക്രമുണ്ട്, കാറാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ കാറിനകത്ത് നിങ്ങൾ പുറത്തിറങ്ങണമെങ്കിൽ ആരും നിങ്ങളെ പിടിച്ച് പുറത്തിറക്കേണ്ടി വരും. പക്ഷേ ജഗ്വാറിലാണെങ്കിലോ നല്ല അടിപൊളി കുഷൻ സീറ്റാണ്, നിങ്ങൾ വണ്ടിയിൽ ആണ് പോയതെന്ന് ഫീൽ ചെയ്യല എന്ന് പറയുന്നത് പോലെയാണ് ഇതെന്നാണ് ഒരു ട്രെയിനർ അന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പ്രയോഗ രീതി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു, ഏലത്തിന് പ്രയോഗിക്കേണ്ടത്. അപ്പം ഏലത്തിന് ഉപയോഗിക്കാൻ കൊടുക്കാനുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ഈ PPT തന്നെ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ ലീഡേഴ്സിൽ നിന്ന് ചോദിച്ചെടുക്കാം. ഇതൊക്കെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. കുരുമുളക് കൃഷിക്ക് ആൾ ചോദിക്കും, സാറേ കുരുമുളകിന് എങ്ങനെയാണ് ചെയ്യേണ്ടത്? കുരുമുളകിന് കൊടുക്കേണ്ട രീതി ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ റിസൾട്ട് കാണിച്ചിരുന്നു. ബാബു സാറും ദീപ മാഡവും അവർ കുരുമുളക് ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്തതിന്റെ വിളവെടുക്കുന്നതിന്റെ ഫോട്ടോ നമ്മൾ കാണിച്ചിരുന്നു. ഇന്നത്തെ ഫോട്ടോയിൽ അത് വരുന്നുണ്ടാവും. അതുപോലെ മരച്ചീനിക്ക്, കാരണം ഈ മരച്ചീനി അഥവാ കപ്പ കൊള്ളി ഇത് തയ്യാറാക്കിയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ അറിവില്ല. അപ്പൊ ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന രീതിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഇവര് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിനേക്കാൾ ഫലപ്രദമായ പല രീതിയും നിങ്ങൾക്ക് അനുഭവം പറഞ്ഞോളൂ. ഈ ഹരിസഞ്ജീവനിയുടെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരാള് മുറ്റത്തൊന്നും നട്ടിരുന്നില്ല, ഒരു കപ്പയുടെ കമ്പ് കൊണ്ടുവന്ന് കാടൻകോളി ചേർത്ത് മുറ്റത്ത് ഒഴിച്ചിട്ട് ചുമ്മാ ഒന്ന് നോക്കാൻ. ഒരു കപ്പ പറിച്ചപ്പോൾ 8.5 കിലോ ഉണ്ടായിരുന്നു. ഒരു ചോട് കപ്പ പറിക്കുമ്പോൾ 8.5 കിലോ ഉണ്ടായിരുന്നു. മുറ്റത്ത് ഒന്നും നടുന്ന മുറ്റമല്ല, എന്നിട്ടും അവിടെ നല്ല മണ്ണൊന്നും ആയിരുന്നില്ല. എന്നിട്ട് ഇത്രയും കപ്പ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വലിയ അതിശയമായി. നമുക്ക് അതിന്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിരുന്നു. അതുകൊണ്ടാണ് താഴെ കപ്പയുടെയൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ചിരിക്കുന്നത്. നല്ല റിസൾട്ടാണ്. ഓക്കെ. അതുപോലെ വാഴക്കൃഷിക്ക് മുൻപ് ഹരിസഞ്ജീവനിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ഹരിസഞ്ജീവനിയോടൊപ്പം സോയിൽ ഹെൽത്തും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നു. സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും മാത്രമായിട്ട് ഉപയോഗിക്കണം. ഉപയോഗിക്കേണ്ട രീതിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം ഹരിസഞ്ജീവനി, സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ, ഫ്രൂട്ട് സ്പെഷ്യൽ വാഴയ്ക്ക് ഉപയോഗിക്കുന്ന രീതി, നടുന്ന സമയത്തോ 30 ദിവസത്തിനുള്ളിലോ എന്ത് ചെയ്യണം? ഹരിസഞ്ജീവനി, സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ഏതെങ്കിലും വളത്തിലോ കീടനാശിനിയോ കലർത്തി അല്ലെങ്കിൽ 40-50 കിലോ മണ്ണുമായി കലർത്തി 1 ഏക്കറിന് 500 ഗ്രാം എന്ന തോതിൽ ഇട്ട ശേഷം നന്നായി നനച്ചു കൊടുക്കുക. 500 ഗ്രാം 100 ചെടിക്ക് എന്ന തോതിൽ ഇടുക. അപ്പം 1 ഏക്കറിന് 100 വാഴയാണ് നടുന്നതെങ്കിൽ 500, അതല്ല അത് കൂടുതൽ വാഴ നടുന്നുണ്ടെങ്കിൽ അല്പം കൂടെ അളവ് കൂട്ടുക. നട്ട് 60 ദിവസം കഴിഞ്ഞ് ഹരിസഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യലും 1 ഗ്രാമും സ്പ്രേമാക്സ് 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിൽ ചേർത്ത് സ്പ്രേ ചെയ്യുക 60 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കും വാഴയ്ക്ക് കുറച്ച് ഇലകൾ മാത്രം വന്നിട്ടുള്ളൂ, വളരെ കുറഞ്ഞ അളവ് മതി. 90 ദിവസം കഴിയുമ്പോഴേക്കും അത് കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഫ്രൂട്ട് സ്പെഷ്യലും സ്പ്രേമാക്സും കൂടെ സ്പ്രേ ചെയ്യണം. 120 ദിവസം കഴിഞ്ഞ്, അതായത് ഏതാണ്ട് 4 മാസം ആകുമ്പോൾ ഹരിസഞ്ജീവനി സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ ജൈവ രാസവളത്തിലോ കലർത്തി അല്ലെങ്കിൽ 40-50 കിലോ മണ്ണുമായി കലർത്തി 1 ഏക്കറിന് എന്ന തോതിൽ ഇട്ട ശേഷം നന്നായി നനച്ചു കൊടുക്കുക. 500 ഗ്രാം 100 ചെടിക്ക് എന്ന കണക്കിൽ ഇടുക. വീണ്ടും സെക്കൻഡ് ടൈം നമ്മൾ സോയിൽ ഹെൽത്ത് കൊടുക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഹരിസഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ 1 ഗ്രാമോ സ്പ്രേമാക്സ് 85 എന്താ പറയുക 1 ലിറ്റർ വെള്ളത്തിൽ എന്തോരം കലക്കി സ്പ്രേ ചെയ്യുക. നട്ട് 150 ദിവസം കഴിഞ്ഞ് വീണ്ടും ഫ്രൂട്ട് സ്പെഷ്യലും 1 പ്രാവശ്യം കൂടെ സ്പ്രേ ചെയ്യുക. ഇതാണ് വാഴയ്ക്ക് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ മെത്തേഡ്. ഇതിനോടൊപ്പം ചിലര് ഗാർഡൻ കൊള്ളിലൂടെ ചേർത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ ഹരിതസഞ്ജീവനിയുടെ കുറച്ച് റിസൾട്ട് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു, എന്നാലും ഇന്ന് അതിനെ അല്പം കൂടെ നമുക്ക് വിശദമായി കാണാവുന്ന തരത്തിൽ അതിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. യെസ്, ഇതൊക്കെ ഗാർഡൻ കോളും ഇതാരാ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഒരു വീട്ടിലെ പച്ചക്കറി തോട്ടത്തിൽ സ്നേക്ക് ഗാർഡ്, എന്താ പറയാ, പടവലം
കായ ഉണ്ടാകുകയെന്ന പറഞ്ഞ പ്ലാവില് കായ, ഇതാ ഇങ്ങനെ ഓരോ ഇത് എല്ലാം ഹരിസഞ്ജീവനിയുടെ ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ്. നമുക്ക് ഇന്ന് സെഷൻ സ്റ്റാർട്ട് ചെയ്ത സുഭാഷ് സാർ മുൻകൈ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹരിതം കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഹരിസഞ്ജീവിനി ഗാർഡൻ കോളൊക്കെ ഉപയോഗിച്ച് കൃഷിക്കാർ തന്നിട്ടുള്ള റിസൾട്ട്, അതുപോലെ വേറെയും 1-2 ഗ്രൂപ്പുകളുണ്ട്. കേരള ഹരിസഞ്ജീവനി എന്നൊരു ഗ്രൂപ്പുണ്ട്. ഇതിലൊക്കെ ഹരിസഞ്ജീവനി ഉപയോഗിച്ച് ആളുകൾ കൃഷി ചെയ്ത് കിട്ടുന്ന റിസൾട്ട്, ഗാർഡൻ കോൾ ഉപയോഗിച്ചിട്ടും ഒക്കെ ഉള്ള റിസൾട്ടുകൾ ഉണ്ട്. നമുക്കൊരു തെങ്ങിന്റെ പൂക്കുല വളരെ ജസ്റ്റ് തെങ്ങ് ഉയർന്നു വരുന്നതേ ഉള്ളൂ, അപ്പൊ തന്നെ അതിൽ കായ വന്നിരിക്കുന്നു. ഓക്കെ, ഒരുപക്ഷെ ഇതിന്റെയൊക്കെ ഫോട്ടോ തന്ന ആളുകൾ നമ്മുടെ കൂടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, അതിശയിപ്പിക്കുന്ന റിസൾട്ടുകളാണ്. വലിയ രീതിയിൽ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കൃഷി ചെയ്യുന്നവർക്കും നമ്മുടെ എമ്രാള് വിനോദ് സാറ് സോയിൽ ഹെൽത്ത് ഫുഡ് സ്പെഷ്യലും കൊടുക്കുന്നതിന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോഷനിലൂടെ മാത്രമേ ആളുകൾ അറിയൂ. നോക്കൂ എത്ര വലിയ പേരൊക്കെയാണെന്ന്. ഇതാ പൂക്കൾക്കും പച്ചക്കറികൾക്കും, ഇതാ കോളിഫ്ലവർ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല, നമ്മുടെ നാട്ടില് കോളിഫ്ലവർ ഒക്കെ ചെയ്യുന്നത് നെൽകൃഷിക്ക് ഉപയോഗിക്കുന്നു. ഇതാ വാഴത്തോട്ടം, വെണ്ട, പയറ് അല്ലെ, ഈ വെണ്ടയ്ക്കൊക്കെ പറിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇപ്പൊ തന്നെ കറി വെക്കാൻ തോന്നും. നമ്മുടെ ആള് സുരേന്ദ്ര സാറ് അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വാഴക്കൊലയോടൊപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാ വലിയൊരു ചേന. ഇതാ ഇത് ശരിക്കും നോക്കേണ്ടതാണ്. ആള് പറയും AI ആണ്, AI വരുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഞാൻ എത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് കണ്ടിട്ട് ആളുകൾക്ക് അത്ഭുതമാണ്. ഇത് ഫോട്ടോഷോപ്പ് ആണെന്ന് ചോദിക്കുന്നത്. ഇതൊരു ഫോട്ടോഷോപ്പോ അല്ല, ഇത് റിയൽ ഒറിജിനലാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, നന്ദേട്ടൻ പറഞ്ഞ ഏത്തക്കൊല 10-20 കിലോയ്ക്ക് മുകളിൽ ഭാരമുള്ള ഏത്തക്കായ. ഇതാ ഏലം, വീണ്ടും ആ തെങ്ങിന്റെ വീട്ടിലുപയോഗിക്കുന്ന ഏലത്തിന്റെ ഈ റിസൾട്ടൊക്കെ കാണുമ്പോൾ ഏലകൃഷിയുള്ളവർക്ക് മനസ്സിലാവും അടിപൊളിയാണല്ലോ സംഭവം. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഹരിസഞ്ജീവനി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് വളരെ ഷോർട്ടായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അത് ഞാൻ നമ്മുടെ ഏലകൃഷിക്ക് ഹരിസഞ്ജീവനി ഉപയോഗിച്ച ആളുകൾ ഇടുക്കിയിൽ നിന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. തങ്കച്ച സാറോ ഞാൻ ദിനേഷ് സാറിനോട് പറഞ്ഞിരുന്നു അവരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാൻ പറയാൻ. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ പറയാനായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടോ? വിനോദ് സാർ, തിരുവല്ല. സാർ എന്റെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നേരത്തെ ഉള്ളായിരുന്നു ഒരു തക്കാളി ചെടിയാണ്. 1-2 കായ്ക്കളാണ് നേരത്തെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് പൂച്ചട്ടി വെച്ചാണ്. പക്ഷേ നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഇട്ട് കഴിഞ്ഞപ്പോഴുള്ള റിസൾട്ടാണ്. സാറിന് തക്കാളിയൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിനും ഇലയൊക്കെ മൊത്തം പോവും. പക്ഷെ ഇതിന്റെ ഇലയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഈ അടുത്തുള്ള ഞാൻ ഇന്നലെ മൂർത്തി സാറുമായിട്ട് അത് ഷെയർ ചെയ്തായിരുന്നു. ഞാൻ ഓൺലൈനിൽ കുറച്ച് ഈ റെഡ് ലേഡിയുടെ ഓമ അതിന്റെ വിത്തുകൾ വരുത്തി. അപ്പൊ അതിൽ ഒരെണ്ണം ഇങ്ങനെ കുറെ നാളുകളായിട്ട് നിലത്തൂന്ന് പൊങ്ങാത്ത രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞിട്ട് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് ഗാർഡൻ ഗോൾഡ് കലക്കി അത് അതിന്റെ അവിടെ കുഴിച്ചിട്ടു. അതായത് അതിന്റെ തടത്തിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് ഒഴിച്ചിട്ട് മണ്ണിട്ട് മൂടി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭ്രാന്ത് പിടിച്ച പോലാണ് ആ ഓമ വളരുന്നത്. ഇപ്പൊ ഏതാണ്ട് എന്റെ അരയുടെ പൊക്കമായി. ഒത്തിരി അനുഭവമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് അർഷ്യം, ഗുഡ് അർഷ്യം. താങ്ക് യു വിനോദ് സാർ. പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കരുത്ത് മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു. മോഹൻദാസൻ സാർ. ഹലോ, ജയർസിം സാർ. ജയർസിം സാർ, പറഞ്ഞോളൂ. ഞാൻ സാറേ എൻ്റെ അടുക്കളത്തോട്ടത്തിലാണ് ഫസ്റ്റിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. പടവലം, ചിരക്ക അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് നോക്കി. നല്ല റിസൾട്ട് ആയിരുന്നു സാറേ. അതുപോലെ പച്ചമുളക് എന്ന് പറഞ്ഞാല് ഉണ്ടായി കഴിഞ്ഞ് വെറും ഒരു വടി പോലെ നിന്നിരുന്ന പച്ചമുളകായിരുന്നു. അതിന് നമ്മുടെ ഗാർഡൻ ഗോൾഡ് സോയിൽ ഇട്ടതിന് ശേഷം ഭ്രാന്ത് പിടിച്ചോണം മുളക് ഉണ്ടായത്. എത്ര മാത്രം ഉണ്ടായിരുന്ന ഒരു 500 രൂപയും കൊടുത്തു പൊട്ടിച്ച്. ബാക്കി അയൽവക്കത്തൊക്കെ എല്ലാവർക്കും കൊടുക്കുക വരുമ്പോ. അത്രമാത്രം ഉണ്ടായിട്ട്. പിന്നെ സാറേ ഞങ്ങളൊരു 6-7 കൃഷിക്കാർക്ക് കഴിഞ്ഞ കൃഷിക്ക് ഞാൻ ഇതിന്റെ വളം കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ റിസൾട്ടാണ്. നമ്മുടെ ഓരോ നെൽമണികളും നല്ല തുടുത്ത മണികള്. അതുപോലെ ഇതില് ചണ്ട് എന്ന് പറയില്ലേ സാറ്, അറിയല്ലേ?
ചണ്ടിന്റെ അളവെന്ന് വളരെ കുറവ്. അതുകൊണ്ട് നമ്മൾ അടുത്ത കൃഷി ആകുമ്പോഴേക്കും കുറെ പേരുകൾ നമ്മളോട് ഇപ്പോഴേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും ഹരിതസഞ്ജീവനിയുടെ കൂടുതൽ പ്രൊഡക്റ്റ് ഇനി അടുത്ത കൃഷിക്ക് ഇറക്കാൻ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്ന് വലിയൊരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു. പിന്നെ അതുപോലെ വാഴയ്ക്ക് കൊടുത്തിട്ടുണ്ട് സാറേ. പിന്നെ ഞങ്ങൾ വാഴയ്ക്ക് വളം കൊടുക്കാൻ പോകുമ്പോ അവിടെ ഒരു അനുഭവം ഉണ്ടായത്, മാവിന് പൂവ് കൊഴിയുന്നു. അതിന്റെ കണ്ണിമാങ്ങയൊക്കെ വിരിഞ്ഞതൊക്കെ കൊഴിഞ്ഞു പോയി. മുറ്റത്ത് തന്നെ നല്ല മാവ് ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങള് സ്പ്രേമാക്സും മീലാപ്പും ഫസ്റ്റിൽ ഒഴിച്ച് മിക്സ് ചെയ്തതിനു ശേഷം സ്പ്രേമാക്സും റാപ്പിഡും കൂടി ഒന്ന് അടിച്ചോളാൻ പറഞ്ഞു. ആളൊരു തവണ അടിച്ചിട്ട് ഞങ്ങളൊരു 4 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോ പറഞ്ഞു, സാറേ നിങ്ങൾ തന്നത് സൂപ്പർ സാധനം കേട്ടാ, ഇപ്പൊ ഒരെണ്ണം അങ്ങനെ കൊഴിച്ചിലില്ല, മുറ്റത്ത് അങ്ങനെ വീടിന് കാണുന്നില്ല. ഞങ്ങൾ പറഞ്ഞു കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി അടിച്ചോ. അതിനുശേഷം ഞങ്ങൾ ഈ വാഴത്തോട്ടത്തിൽ പോയിരുന്നു. അപ്പൊ പറഞ്ഞു ഇപ്പൊ എല്ലാ മാങ്ങളും വിരിഞ്ഞ് നല്ല ഇതില് ഉണ്ടാവുന്നുണ്ട്, എണ്ണം കൂടി വരണമെന്ന് തോന്നണം വിരിഞ്ഞ് മാങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ. പിന്നെ നമുക്ക് വാഴയ്ക്ക് കൊടുത്തതില് നമുക്ക് എല്ലാം ഒരേ മേനി, അത് താഴെ മേലെ തൊട്ട് അടി വരെയും എല്ലാം ഒരേ വലിപ്പത്തിലുള്ള കായകളാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് സാറ് ലീഡേഴ്സ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് സാറേ. ഞങ്ങളുടെ ഇതിൽ നിന്ന് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതില് ഞങ്ങൾ സ്ഥിരം ഇടാറുണ്ട്. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താണ് ഉപയോഗിച്ചതെന്നും ആരുടേതാണെന്നും കൂടെ അതിൽ എഴുതി വേണം ഷെയർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്കത് കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു, വളരെ സന്തോഷം. അപ്പൊ നമുക്ക് അടുത്ത വേറെ 2 പേരുടെ, സുഷമ മാഡവും സീനാജയൻ മാഡവും ഉണ്ട്. സീന മാഡം. സാറേ നമസ്കാരം. JRCM. JRCM സാറ്, ഞാൻ തെങ്ങിന്റെ കാര്യം പറയാനായിരുന്നു. വീഡിയോ ഓൺ ചെയ്യണില്ല സാറേ. ഞാൻ ഇവിടെ 2 തെങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അത് 3 വർഷം കൊണ്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞ് തന്ന തെങ്ങാണ്. പക്ഷെ അതില് ഒരെണ്ണം ഒരു 3 കൊല്ലം കഴിഞ്ഞൊരു 5-6 കൊല്ലമായിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ അത് ഒരെണ്ണത്തില് കൊമ്പൻ ചെല്ലിയുടെ ശല്യവും എന്തോ ചീഞ്ഞലൊക്കെ വന്നിട്ട് ഒരു തെങ്ങ് മൊത്തം നശിച്ചുപോയി. മറ്റൊരു തെങ്ങില് കായ്ച്ചിട്ടുണ്ട്. പക്ഷെ 2 തേങ്ങ മാത്രമാണ് അതില് ഒരു കൊലയിലുണ്ടായിരുന്നത്. ബാക്കി മച്ചിങ്ങയൊക്കെ എവിടെ പോണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുപോലെയായിരുന്നു. അതിൽ ഞാൻ ഗാർഡൻ ഗോൾഡ് ഇട്ടു, നമ്മുടെ സോയിൽ ഹെൽത്ത് ഇട്ടു, ഫ്രൂട്ട് സ്പെഷ്യൽ ഇട്ടു. ഇത് 3 എണ്ണമാണ് ഇത്തിരി ഇടവിട്ട് ഗ്യാപ്പിൽ ഇട്ടിരുന്നത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള മച്ചിങ്ങകളെല്ലാം നല്ല തുടുത്ത് കൊഴുത്ത് എല്ലാം ശരിക്കും അച്ചിൽ വെച്ച് വാർത്ത പോലെ തന്നെ ഒരേ മെഷർമെന്റിൽ വന്നിട്ടുണ്ട്. എണ്ണം ഓരോ കൊലകളിലും കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് 2 വെച്ച് എനിക്ക് ആ തെങ്ങ് കാണുമ്പോൾ എനിക്ക് നാണം വരുമായിരുന്നു, എനിക്ക് ചിരി വരുമായിരുന്നു. കാരണം 2 മച്ചിങ്ങ അല്ലെങ്കിൽ 2 തേങ്ങ മാത്രം ഉണ്ടായിരുന്നത് അത് പിന്നെ ഒരു 4 എണ്ണായി, 8 എണ്ണായി, 12 എണ്ണായി. ഞാൻ ഓരോന്നെണ്ണി നോക്കി. ഓരോരോ വരുന്ന കൊലകളിലും അതിന്റെ ആ മച്ചിങ്ങ ഉണ്ടാവണതിന്റെ വലിപ്പം എണ്ണം കൂടുന്നുണ്ട്, അതേസമയം ഒരേ വലിപ്പത്തിലും കാണുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. താങ്ക് യു സാർ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. JRCM. താങ്ക് യു മാഡം. നമ്മുടെ നാട്ടിൽ തെങ്ങില്ലാത്ത ഒരു വീട് പോലും കാണുകയില്ല അല്ലേ? എന്താ പറയുന്നേ? ഓ, ഇപ്പൊ തെങ്ങിനൊന്നും അങ്ങനെ കായ ഉണ്ടാകില്ല. പണ്ടൊക്കെ ആയിരുന്നു കായ അല്ലേ? പണ്ട് എന്താ ചെയ്തിരുന്നേ? തെങ്ങിന് ചാരമിടുമായിരുന്നു, ആട്ടുംകാട്ടം അല്ലെങ്കിൽ ചാണകപ്പൊടി. പിന്നെ അതൊന്നുമല്ല, തെങ്ങിന്റെ മുകളിൽ കയറി ഉപ്പിട്ട് കൊടുക്കുമായിരുന്നു. ഇനി ഇത് 3ഉം ഇല്ല, എന്നിട്ട് തെങ്ങിനോട് കായ തരൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടാനാണ്? ശരിയല്ലേ? സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, അടിപൊളി റിസൾട്ടാണ്. ഹരിതസഞ്ജീവനി ഈവൻ ഗാർഡൻ ഗോൾഡിൽ ഇട്ടാലും ശരി, എന്താണോ നമ്മൾ ചെയ്യുന്നത് അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ എല്ലാവരും സ്വന്തം പുരയിടത്തിലൊരു പരീക്ഷ നടത്തി നോക്കൂ. അതുപോലെ തന്നെ ഈ കണ്ട റിസൾട്ടൊക്കെ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാവുന്ന ആളോടൊക്കെ പറയൂ. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. നമ്മളോടൊപ്പം തങ്കച്ച സാറുണ്ട്. സുഷമ മാഡം. JRCM ഒരു 4 വർഷം മുമ്പ് ചെയ്ത ആദ്യമേ നമ്മുടെ ഹരിസഞ്ജീവനി ഒരു 50 കിലോ മണ്ണിലേക്ക് ആദ്യത്തെ ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ ആ ഒരു 4 പാക്കറ്റിൽ ഒന്നാമത്തെ കലർത്തിക്കൊണ്ട് നമുക്കൊരു 1 ഏക്കറോളം വരും വസ്തു. അപ്പൊ അതിൽ മൊത്തത്തിലാണ് ഞങ്ങൾ അന്ന് ഇട്ടത്. വലിയ അറിവില്ല അന്ന്. പക്ഷെ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കിളപ്പിച്ചു. പിന്നെ കിളയ്ക്കാൻ വന്നവര് തന്നെ ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്തത്, ഇത് നല്ലപോലെ ഇളക്കം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നമ്മുടെ കപ്പ കൃഷി ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ആ ഒരു വിളവെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ട് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തൂക്കമുണ്ട്.
പറിച്ചെടുക്കാൻ തന്നെ പാടാണ് ഭയങ്കര. അത് പകലെങ്കിൽ ഞങ്ങൾ പറിക്കത്തില്ല, സന്ധ്യയ്ക്കോ അല്ല ആള് കാണാത്ത സമയത്ത് പോയാ പറിച്ചെടുക്കുന്നത്. അങ്ങനെ പക്ഷെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഫോട്ടോ എടുക്കാനോ ഇതുപോലെ ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ചിന്തിച്ചില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുന്ന വാഴയൊക്കെ ആണെങ്കിലും ആ കൊലയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണയുള്ളതിന്റെ ഇരട്ടിയാണ്. അത് പക്ഷെ അങ്ങനെ കിട്ടിയെങ്കിലും പിന്നെ നമ്മൾ അതിലോട്ടൊന്നും ശ്രദ്ധിക്കാതെ പോയി. വീണ്ടും എന്താ ഇപ്പോഴും കാർഡൻ ബോർഡും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾ ഈ മഴ തുടക്ക സമയത്ത് തന്നെ വീണ്ടും തെങ്ങിന് മാത്രം തടമെടുത്തിട്ട് ആ തടത്തിലേക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേജ് ഇട്ട് കഴിഞ്ഞിരിക്കുക. ഇനി മറ്റത് ഓരോന്നും എനിക്ക് ചെയ്യണം, കൂടുതൽ ഇതേക്കുറിച്ച് പഠിക്കണം, ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും നമ്മുടെ ഗാർഡൻ കൊണ്ട് ഉപയോഗിച്ചും വീട്ടിലേക്ക് പച്ചമുളക്, അതുപോലെ വെണ്ട, പയറ്, അങ്ങനെയുള്ള ധാരാളം കൃഷികൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വാഴയും എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ഫോട്ടോ എടുത്ത് ഇതുപോലെ ഇത് കണ്ടപ്പോഴാണ് ഓർക്കുന്നത് നമുക്ക് പറ്റിയ അബദ്ധം. എന്തായാലും നല്ല റിസൾട്ടാണ്, ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാനും. പിന്നെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ആരെങ്കിലും ഇങ്ങനെ കണ്ടൊന്ന് പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എവിടെങ്കിലും ചെയ്യുമ്പോ ഒന്ന് നേരിട്ട് കണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ജേർസിൻ സാർ, താങ്ക് യു. ഓക്കെ മാഡം, താങ്ക് യു. നമുക്ക് ഹരിസഞ്ജീവനിയുടെ മറ്റൊരു എക്സ്പെർട്ടാണ് ജയകുമാർ സാറ്. ഒത്തിരി കാലമായിട്ട് ഹരിസഞ്ജീവനി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ജയകുമാർ സാർ. അൺമ്യൂട്ട് ചെയ്യാം. സാറേ നമസ്കാരം. ജയാശം സാറേ, ഇനി ഓണാണ് വരാൻ പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ സീസണിൽ ചെയ്തതാണ്, മേരി ഗോൾഡ്. വളരെ നല്ല റിസൾട്ട് കിട്ടി. കാരണം ഈ ഉണ്ടച്ചെമ്പത്തിയുടെ പൂവിന്റെ വലിപ്പം വന്നു മേരി ഗോൾഡ്. സാധാരണ നമ്മള് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും വളരെ വലിപ്പത്തിലുള്ള മേരി ഗോൾഡ്. അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്, സോയിൽ ഹെൽത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഹെൽത്ത് കിറ്റാണ്, ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റാണ് കൂടുതൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നല്ലതാണ്, ഉണ്ട്. പിന്നെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ചക്കറി. ജയകുമാർ സാർ ഔട്ടായോ? നെറ്റ്വർക്കിന്റെ ഒരു പ്രോബ്ലം. മഴയൊക്കെയാണ്, പലപ്പോഴും വൈകുന്നേരം ആകുമ്പോഴേക്കും ഡാറ്റയൊക്കെ തീരും. കഴിയുമെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളുടെ ഫോട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അജിഷ മാഡം, ഞങ്ങളുടെ റംബൂട്ടാൻ റിസൾട്ട് യെസ് കാണിച്ചോളൂ. എവിടെയാന്ന് വെച്ചാൽ കാണിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ, നമുക്ക് പോസ്റ്റ് ആക്കാം. ഇപ്പൊ ഞാൻ വേറൊരു റിസൾട്ട് കൂടെ ഇപ്പൊ കാണിച്ചു തരാം. തങ്കച്ചൻ സാറിനെ ഞാൻ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അയച്ചു തന്ന ഒരു റിസൾട്ടാണ്, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കാണുന്നുണ്ടോ? ഇത് നമ്മുടെ മലപ്പുറം ഇപ്പോ നസീർ സാർ എനിക്ക് അയച്ചു തന്നതാണ്. ഇതൊരു എന്താ പറയാ, പൈനാപ്പിൾ, കൈതച്ചക്ക ഞങ്ങളുടെ നാട്ടിൽ പറയും. എത്ര കിലോ കാണും ഇത്? പറഞ്ഞില്ലേ? ഈ കൃത്യമായിട്ട് ഇതിന്റെ വെയിറ്റ് പറയുന്നവർക്ക് ഈ കൈതച്ചക്ക തന്നാകാം. എനിക്ക് ഫോട്ടോ അയച്ചു തന്ന ആള് മാത്രം പറയരുത്. ഇതിന്റെ ആള് കൂടെ ഉണ്ട്. എത്ര വെയിറ്റ് ഉണ്ടാവും? ഇനിയിപ്പോ ആദ്യം കൈതച്ചക്കയുടെ ഫോട്ടോ മാത്രം കാണുമ്പോൾ അറിയത്തില്ല, ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? എന്നെ അറിയോ? ഓർമ്മല്ലോ? ഇല്ല, ഞാൻ മൈസൂരിൽ പോയി ചെയ്ത ആളാ. ശരി, മൈസൂരിൽ പോയി ചെയ്ത ആൾ ഇപ്പോഴും അവിടെ തന്നെയാണ്. എന്തേലും റിസൾട്ട്, അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വേണ്ട. ഞാൻ ഈ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ വിനോദ് സാറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. യെസ്, പറഞ്ഞോളൂ സാർ, എന്താണ് ഇപ്പൊ അവിടുത്തെ റിസൾട്ടൊക്കെ? ഞാൻ അവിടെ നിന്ന് പോന്നു. അവിടെ നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ അവിടെ എനിക്ക് തുടർച്ചയായിട്ട് നിൽക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാൻ ഇനി പോന്നു. പക്ഷേ റിസൾട്ട് ഈസ് ഫാന്റാസ്റ്റിക് എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ചെയ്ത ഏരിയ കുറച്ച് വാസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എനിക്ക് ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആ തോട്ടം ഞാൻ എടുക്കുമ്പം അവിടുത്തെ തോട്ടത്തിലെ തേങ്ങയുടെ വെയിറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 200 to 250 grams ആയിരുന്നു. ഒരു 7-8 മാസം കഴിഞ്ഞപ്പോൾ അതിന്റെ വെയിറ്റ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറി. അതായത് 700 to 1000 grams തേങ്ങയുടെ അത്രത്തോളം റിസൾട്ട് ആക്കിയെടുക്കാൻ എനിക്ക് പറ്റി. പിന്നെ തെങ്ങിൻ തോട്ടത്തിൽ അദ്ദേഹം വാഴ നട്ടത്, അത് അറൌണ്ട് 18 കിലോ വരെ, 18 കിലോ വരെയുള്ള തൂക്കമുള്ള വില എനിക്ക് വെട്ടാൻ പറ്റി. അങ്ങനെ ഹരിസഞ്ജീവനി ആണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. മറ്റു കെമിക്കൽസ് ഒന്നും ധാരാളമായിട്ടൊന്നും ഉപയോഗിച്ചിട്ടിരുന്നില്ല.
അങ്ങനെ എന്നെ കേൾക്കുന്നവർക്ക് ഒരു പ്രയോജനം ആകട്ടെ എന്ന് ചിന്തിച്ച് മാത്രം ഞാൻ ഇത്തരം പറഞ്ഞത്. നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താല്, ഉപയോഗിക്കേണ്ട രീതിയിൽ കൂടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് അത് ഉറപ്പാണെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. അപ്പം അത് ഒന്ന് പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിന്റെ ഉപയോഗ രീതികള് 1 വർഷം നിന്നപ്പോൾ ഞാൻ എല്ലാം പഠിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം പ്രാക്ടിക്കലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ പറ്റി. നിശ്ചയമായിട്ടും നാളെ ഒരാളോട് പ്രാക്ടിക്കലായിട്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ റിസൾട്ട്. നാളത്തെ സെഷനിൽ നമ്മള് വാട്ടർ കണ്ടീഷണർ, ജലസഞ്ചയനം, അതുപോലെ നമ്മുടെ വാട്ടർ കണ്ടീഷണറും പരിചയപ്പെടുത്തുന്ന സെഷൻ കൂടെ ഉണ്ടാവും. അതിൽ കൂടുതൽ റിസൾട്ടുകളും അനുഭവമുള്ള ആളുകളുടെ അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നുണ്ടാകും. കഴിയുമെങ്കിൽ സാറിന്റെ കുറച്ച് ഫോട്ടോ വീഡിയോയും കൂടെ നാളെ തയ്യാറാക്കാം. കാരണം മൈസൂരിൽ പോയി ഏക്കർ കണക്കിന് സ്ഥലത്ത് ചെറുതായി തുടങ്ങി ഹരിതസഞ്ജീവനിക്ക് വേണ്ടി മാത്രം ഒരു PUC ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ ധാരാളം കൃഷിക്കാർക്ക് ഇത് കൊടുത്ത് വലിയ ഒരു ചരിത്രത്തിനെ സൃഷ്ടിച്ചിരിക്കുന്ന ആളാണ് വർഗീസ് സാർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ജിഷ മാഡം അയച്ചു തന്നിരിക്കുന്നു വീഡിയോ. റംബൂട്ടാൻ സ്റ്റാർമറാളില് റൂബി ഗിരീഷ് സാറ്, ജിഷ മാഡം അവരുടെ തോട്ടത്തിലെ റംബൂട്ടാന്റെ വീഡിയോ അയച്ചു തന്നിരിക്കുന്നു. ഇതാ, ഇത് പാട്ടൊക്കെ ഉണ്ട്, പക്ഷെ പാട്ട് വരുന്നില്ല കേട്ടോ. ഞാൻ സൗണ്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ റംബൂട്ടാൻ കാണിച്ചാ പോരാ കേട്ടോ. ക്യാ ബാത്. വലയൊക്കെ ഇട്ട് സുരക്ഷിതമായിട്ട് നിർത്തിയിരിക്കുകയാണ്. പഴുത്ത് ഞാൻ മൊബൈലിൽ നിന്നാണ് ഷെയർ ചെയ്ത്, അതിന്റെ സൗണ്ട് ഷെയർ കൊടുത്തില്ല എന്നത് അതുകൊണ്ടായിരിക്കും പാട്ട് വരുന്നില്ല. മനോഹരമായൊരു പാട്ടുമൊക്കെ സെറ്റ് ചെയ്താണ് വിട്ടിരിക്കണേ. സൂപ്പർ. ഇത് ഇങ്ങനെ അവിടെ നിൽക്കുക, ആരും പറിച്ച് തിന്നുന്നില്ല. ഇതെന്തോ സംഭവം? നോക്കി, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മുറ്റത്ത് വലതുവശത്ത് പണ്ടൊരു കോവലിന്റെ ചെടി ഉണ്ടായിരുന്നു. അത് അടുത്ത പറമ്പിലേക്ക് കയറ്റി വിട്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമുണ്ട് അവർക്കും പറിക്കാം, നമുക്ക് ആവശ്യമുണ്ട് ഇടുന്നും പറിക്കാന്നാണെന്ന് പറഞ്ഞത്. വാവ്, താങ്ക് യു ജിഷ മാഡം, ഗിരീഷ് സാർ. അടിപൊളി വണ്ടർഫുൾ വീഡിയോ ആണ് കാണിച്ചു തന്നത്. ഇനിയുണ്ട് 1-2 റിസൾട്ട് ഉണ്ടായിരിക്കും. നമ്മളോടൊപ്പം നമ്മുടെ റൂബി ശ്രീജിത്ത് സാറ് അവൈലബിൾ ആണ്. ഒരു 2 വാക്ക് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ അഭിപ്രായം. ശ്രീ സാർ കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? കേൾക്കുന്നുണ്ടോ സാറേ? ആ ഉണ്ട്, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. വീഡിയോയിൽ ഇപ്പൊ അവൈലബിൾ അല്ല. ഞാൻ എന്താ പറയാ, റംബൂട്ടാൻ കണ്ടപ്പോ രവി സാറ് വീഡിയോയിലുണ്ട് കഴിഞ്ഞ ദിവസം. ഞാൻ കണ്ടില്ല, ഫോട്ടോ കണ്ടു. രവി സാറും ശ്രീ സാറും കൂടെ റംബൂട്ടാൻ നിൽക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. അതിന്റെ പ്രത്യേകത എന്താ പറയാ സാറേ, ഭയങ്കര, അതായത് നമ്മൾ വേറെ എവിടെ നിന്ന് വാങ്ങിയാലും ആ ടേസ്റ്റ് കിട്ടില്ല. അത് ഞാന് ഇവിടെ അടിവാരത്തൊക്കെ ഫാമിലൊക്കെ പോയി 10-15 കിലോ ഈ മാങ്കോസ്റ്റ് റംബൂട്ടാനൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഇതിന്റെ 7 അയലത്തൊരു രുചി അതിന് കിട്ടാറില്ല. ഞാൻ വീട്ടിലും കൊണ്ടുവരുന്ന രവിസാറ് സമ്മാനം തന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിപ്പോയി കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാ നമ്മുടെ ഗാർഡൻ ഗോൾഡും അതുപോലെ തന്നെ ഫ്രൂട്ട് സ്പെഷ്യലും ഒക്കെ ഇട്ട് ചെയ്യുന്നതിന്റെ. അതൊരു പ്രത്യേക അനുഭവം. പിന്നെ നമ്മളും എന്റെ ഫേസ്ബുക്കിലൊക്കെ കാണാൻ പറ്റും, ഒരു ചെടിമുരിങ്ങ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ ചെയ്തിട്ട് 160-ലധികം കായാണ് ഗാർഡൻ ഗോൾഡ് വെച്ച് മാത്രം എനിക്ക് പറിക്കാൻ കഴിഞ്ഞത്. അപ്പം ഭയങ്കര റിസൾട്ടാണ് ശരിക്കും. ഈ ഒരു
ദൗത്യം നമ്മൾ ശരിക്കും വ്യാപിക്കുക. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഒരു 2 മാസമെങ്കിലും നമുക്ക് ഗാർഡൻ ഗോൾഡിന്റെ ഒരു പ്രോഗ്രാം ചെയ്യണം സാറേ. അതാണ് എന്റെ ഈ ഒരു അവസരത്തിൽ ഒരു ആഗ്രഹം. ജയാസ്യം സാർ, എല്ലാ താങ്ക് യു ശ്രീ സാർ. രവി സാറും ശ്രീ സാറും കൂടെ നിൽക്കുന്ന ആ ഫോട്ടോ വാട്സപ്പിലുണ്ട്, ഞാൻ നോക്കട്ടെ, അതിന് ഷെയർ ചെയ്യാം. അതിനിടയ്ക്ക് ഞാനിവിടെ ഹാൻഡ് റൈസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നല്ലോ സംസാരിക്കാൻ. ഇതൊരു തെങ്ങ് കാണുന്നുണ്ടോ? പാവം തെങ്ങല്ലേ. ഇന്ന് നമ്മുടെ ലതമാടം പറഞ്ഞ തെങ്ങാണ്. ലതാ സുകുമാരൻ മേഡം ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ തെങ്ങിന്റെ കഥ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. അതാ കഴിഞ്ഞ് എത്രയോ വലിയൊരു തുളയാന്ന് നോക്കി അല്ലേ. ഒരു തൈത്തെങ്ങാണ്, കാണുന്നുണ്ടോ? പക്ഷെ ഈ തെങ്ങിലെ കായ കണ്ട, കാണുന്നുണ്ടോ? ലത മാഡം വളരെ വളരെ നന്ദി, താങ്ക് യു. കാരണം നശിച്ചു പോകുമെന്ന് കരുതിയ ഒരു തെങ്ങിൽ നിന്ന് ഇത്രയധികം തേങ്ങ തരാൻ ഹരിസഞ്ജീവനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ നാട്ടില് തേങ്ങയ്ക്ക് വേറെ എവിടെയും പോകേണ്ടി വരില്ല. എല്ലാവരും ഹരിസഞ്ജീവിനി അവനവന്റെ പറമ്പിൽ ആദ്യം ഉപയോഗിക്കൂ. എവിടെയൊക്കെയാണ് തെങ്ങും തേങ്ങ ഉള്ളത് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കൂ. ഹരിസഞ്ജീവിനി ഉപയോഗിച്ച് തെങ്ങിന് ഇത് കൊടുക്കുമ്പോൾ, നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുണ്ടാകാവുന്ന ഒരു PV ബെനിഫിറ്റ് ഒക്കെ നാളെ പറഞ്ഞു തരാം. കുറെ പ്രൊഡക്റ്റുകളില്ലേ, അതിന്റെ PV റീറ്റെയിൽ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ജലസഞ്ചയൻ, വാട്ടർ കണ്ടീഷൻ ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നാളത്തെ സെഷൻ. ഓക്കെ, അപ്പോ ഇനി ആർക്കാ അഭിപ്രായം ചോദിക്കാനോ പറയാനോ ഉള്ളവര്? ആലപ്പുഴയിൽ നിന്ന് സാബു സാറിനെ കാണുന്നുണ്ട്. സാബു സാറെ, നിങ്ങളുടെ നാട്ടിൽ ഈ മീൻപിടുത്തം അല്ലാതെ വല്ലതും ഉണ്ടോ? സാബു സാറ് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്ത് കളഞ്ഞു. ഹരിസഞ്ജീവൻ ഉപയോഗിക്കുന്നുണ്ട് ആരെങ്കിലും? യെസ്, പ്രിയ മാഡം. യെസ് സാറേ നമസ്കാരം. സാറേ, ഞാൻ പുതിയ ആളാണ്. ഹരിസഞ്ജീവനി ഉപയോഗിക്കാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, തുടങ്ങിയിട്ടില്ല. നമ്മുടെ ഗാർഡൻ ഗോൾഡ് ഇട്ട് കൊടുത്തിട്ട് ചെടികളൊക്കെ നല്ലോണം നല്ല ഒരു വളർച്ചയുണ്ട്, നന്നായി പൂവിടുന്നുണ്ട്. ഇട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ജർബറയില് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയപ്പോ നല്ല വലിപ്പത്തില് പൂക്കളുണ്ടായി. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സാറിന് അയച്ചു തരാം. ഓക്കെ, സന്തോഷം. നമുക്ക് സാറേ, വർഗീസ് സാറിന്റെ ക്ലാസ് ഒക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. ആള് നല്ല എന്താ പറയാ, അത് ഉപയോഗിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഗുണമായിരിക്കും തോന്നുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക്. ഹരിസഞ്ജീവനി ഉപയോഗിച്ച് റിസൾട്ട് ഉള്ള ആളുകളുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് വെക്കാവുന്നേ. ഈ ക്ലാസ് വെക്കുന്നതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ. വീട്ടിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ്. വേറെ ചെലവൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സാർ. ഓക്കെ, ഗുഡ് ആർട്സ്. വത്സല മാഡം. സാറേ, ജയർസിയം സാർ, ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. ശൈലേഷ് സാറിന്റെ ഒക്കെ ടീമാണ്. ഞാൻ ഒരു 2 വർഷം കൊണ്ട് ഞാൻ അത്യാവശ്യം ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് എന്റെ ടെറസിൽ ഒരു 100 അധികം ഗ്രോ ബാഗുകളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. തക്കാളിയൊക്കെ ഭയങ്കര റിസൾട്ടാണ്. ഇപ്രാവശ്യം നമ്മളെ പറമ്പിലെ ചേന, വാഴ, കാച്ചില എല്ലാത്തിനും ഞാൻ ആദ്യം നമ്മുടെ സോയിൽ ഹെൽത്ത് ഇട്ടാണ് ഇപ്പൊ നട്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പൊ മേടിച്ചുകൊണ്ട് വെച്ചു. ഇപ്രാവശ്യം പൂർണ്ണമായിട്ടും നമ്മുടെ വളം മാത്രം ഇട്ട് ഒന്ന് റിസൾട്ട് കാണിച്ചു കൊടുത്തിട്ട് വേണമല്ലോ വേറൊരാളിന് പറയാൻ നമ്മുടെ കിട്ടിയ റിസൾട്ട്. അപ്പൊ അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഒരു 30 മൂട് തെങ്ങിന് ഞാനിപ്പോ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും പ്രൊമോട്ട് ചെയ്ത് അവർക്കും സാധനം വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവരും അത് ചെയ്യാമെന്ന് സംബന്ധിച്ച് അവരെ കൊണ്ടെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്കിപ്പോ ഒരു ഡൗട്ട് കൂടെ ചോദിക്കാനായിരുന്നു സാറേ. നമ്മുടെ ഒരു 2-2.5 വർഷം പ്രായമായ തൈ തെങ്ങുകൾക്ക് നമ്മൾ എത്ര അളവ് വെച്ച് ഈ ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കും? 2-2.5 വർഷമായ തൈത്തെങ്ങ്, ഒരു 30ഓളം തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കായ വന്നു തുടങ്ങിയോ? ഇല്ല. അപ്പം കായ വന്നില്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ കൊടുക്കേണ്ട കാര്യമില്ല. സോയിൽ ഹെൽത്ത് കൊടുത്താൽ മതിയാവും എനിക്ക് തോന്നുന്നു. ബേബി സാർ എക്സ്പെർട്ട് നമ്മളോട് ഉണ്ട്. ബേബി സാർ ഇതിനൊരു മറുപടി പറയാമോ? തൈത്തെങ്ങിനല്ലേ സാറേ? അതെ, തൈത്തെങ്ങിന് നമ്മൾ ഗാർഡൻ ഗോൾഡ് ആണ് കൊടുക്കണ്ടേ തുടക്കത്തില്. എത്ര ഗ്രാം വെച്ച് കൊടുക്കണം സാർ അത് ഒരെണ്ണത്തിന്?
ഗാർഡൻ ഗോൾഡ് ഒരു 250 ഗ്രാം കൊടുക്കണം തുടക്കത്തിൽ തൈക്കൾക്ക്. ഇതുവരെ രാസവളം ഉപയോഗിച്ചോണ്ടിരുന്നതാണ്. ഇതുവരെ സാറേ രാസവളം ഉപയോഗിച്ചോണ്ടിരുന്നത്, അത് കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. തെങ്ങിന് രാസവളം തുടർച്ചയായിട്ട് കൊടുക്കണ്ട, നിർത്തിക്കോളൂ. അതുകൊണ്ട് പ്രശ്നം വളരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡിഫൻഡ് കൊടുക്കാം സാറേ. ചെല്ലിയുടെ ശല്യം ഉണ്ട്, അപ്പൊ ഡിഫൻഡ് കൊടുക്കാൻ പറ്റുമോ? ഡിഫൻഡ് നമുക്കൊരു 10 ഗ്രാം സാറേ 10 ഗ്രാം ഡിഫൻഡ് എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആ തടിവേരില്ലേ അതിന് ചുറ്റും മാത്രമായിട്ട് ഒഴിച്ച് നനച്ച് അടിയിലേക്ക് കൊടുക്കുക. ഓക്കെ സാറേ. 10 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ, ലിറ്റർ വെള്ളം തടിയോട് ചേർത്ത് മാത്രം ഒഴിക്കുക. ഓക്കെ സാർ. കൂടുതൽ ചെല്ലിശല്യം ഉണ്ടെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ ഒന്ന്, അങ്ങനെ 3 പ്രാവശ്യം അടുപ്പിച്ച് കൊടുക്കുക. ഓക്കെ സാർ, താങ്ക് യു. 3 ദിവസം കഴിയുമ്പോൾ അതിന് ചെള്ളുണ്ടാവില്ല, ചെമ്പൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ സാർ. ദിവസവും എല്ലാ മാസവും ഒരാളിനെ നിർത്തിയിട്ട് ചെല്ലിയെ പെറുക്കിപ്പിക്കും, അതിന് 500 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. 3 പ്രാവശ്യം 10 ദിവസം കൂടുമ്പോൾ ചെയ്താൽ ആ തെങ്ങ് പിന്നെ 3 മാസം കഴിയുമ്പോൾ ചെയ്താൽ മതി, ഒരു പ്രാവശ്യം വെച്ച് ഓരോ 3 മാസം. താങ്ക് യു വത്സ മാഡം. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് 379 പേർക്ക് ഗുണമുണ്ടായി. ആരെങ്കിലും ചെറിയ തെങ്ങിന് എങ്ങനെ പ്രയോഗിക്കണമെന്നും ചെല്ലി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ആരും ചോദിച്ചാൽ ഇത് അവർക്ക് ഗുണമാകും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ. ഇപ്പോ ശ്രീജി സാർ നമ്മളെ പറഞ്ഞു കൊതിപ്പിച്ചില്ലേ. ഗിരീഷ് സാർ നമ്മൾ റംബൂട്ടാന്റെ വീഡിയോ കാണിച്ചതേ ഉള്ളൂ. ശ്രീജി സാറും രവി സാറും കൂടെ ഇത് പറിച്ചടിച്ചു, നമുക്ക് തന്നില്ല കേട്ടോ രവി സാറേ. കണ്ടില്ലേ എന്താ അതിന്റെ കളർ നോക്കി. പറമ്പുണ്ടെങ്കിൽ വെറുതെ കളയരുത്, എന്തെങ്കിലുമൊക്കെ ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്യണം. ഒത്തിരി പറമ്പൊന്നും വേണ്ട, കുറച്ചേ ഉള്ളെങ്കിലും അതിലെന്തെങ്കിലും നമ്മൾ നടണം. ഹരിസഞ്ജീവനി, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ, ഗാർഡൻ ഗോൾഡ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്ത് അതിൻ്റെ നന്മ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും അനുഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശരിയല്ലേ? ഓക്കെ. പ്രഭാകരൻ സാർ. കേൾക്കുന്നുണ്ട് സാർ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എൻ്റെ ഒരു തെങ്ങുണ്ട് സാറേ, 10 വർഷമായി. പക്ഷെ അത് കായ്ക്കുന്നുണ്ട്, പക്ഷെ അത് കായ അങ്ങോട്ട് വലുതായിട്ട് വരുന്നില്ല. അതിപ്പോ ഇതെങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം ഇത് ഗാർഡൻ ഗോൾഡൻ ചോട്ടിലല്ലേ കൊടുക്കുന്നത്? അതെ അതെ. പിന്നെ മുകളിലെ ഇതെല്ലാം ഒഴിക്കാനെ കൊണ്ടുവല്ലോ കൊടുക്കേണ്ട ഒരു പ്രയോഗ രീതി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ പറഞ്ഞേ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കുന്ന പ്രോസസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് പറഞ്ഞപ്പോ എൽദോ സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, മോഹനൻ പാപ്പിനിശ്ശേരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേരുണ്ട്. ഏതായാലും രവി സാർ പറയൂ. 10 വർഷം പ്രായം, അതായത് തെങ്ങിന്റെയൊക്കെ പ്രായം പെട്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ഗണിക്കാൻ പറ്റില്ല. 100 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള തെങ്ങുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇഷ്ടംപോലെ തേങ്ങ തരുന്നുണ്ട്. ഒരു 3-4 വർഷം ആയത് മുതൽ കായ്ച്ചു തുടങ്ങും. അപ്പോൾ ഒരു 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ളവയ്ക്കൊക്കെ ചെയ്യേണ്ട രീതി ഏതാണ്ട് ഒന്ന് തന്നെ മതി എന്നുള്ളതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഏതായാലും ഇതിന് 10 വർഷം കഴിഞ്ഞ് തെങ്ങിന് എന്ത് വേണം എന്നുള്ളത് ഇപ്പം ബേബി സാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. എല്ലാവരും നോട്ട് ചെയ്തോളൂ, എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ. നാളെ മുതൽ ഹരിസഞ്ജീവിനി, സോയിൽ ഹെൽത്തും, ഫ്രൂട്ട് സ്പെഷ്യലും ഡിഫൻഡും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഓക്കെ ബേബി സാർ. താങ്ക് യു സാർ. ജയ് ഹരിസഞ്ജീവിനി. ഒരു 20 ഗ്രാം സോയിൽ ഹെൽത്ത് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് ഒരു 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഉടനെ തന്നെ കൊടുക്കാം, 2-3 ദിവസം കഴിയുമ്പോൾ കൊടുക്കാം. ഒരു 10 ഗ്രാം ഡിഫൻഡ് ഒരു 10 ലിറ്റർ വെള്ളത്തില് തെങ്ങിന്റെ തടിയുമക്കൂടെ ഒഴിച്ചു കൊടുക്കാം, തടിവേരിലേക്ക് ചുറ്റുമായിട്ട്. വീണ്ടും ഒരു 10 ദിവസം കഴിയുമ്പോൾ ഫ്രൂട്ട് സ്പെഷ്യല് ഒരു 20 ഗ്രാം, 10 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ 20 ഗ്രാം വേണം. 20 ഗ്രാം ഒരു 20 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു ഗാർഡൻ ഗോൾഡ്, അതിനുശേഷം ഒരു ഗാർഡൻ ഗോൾഡ് ഒരു തെങ്ങിന് ഇട്ട് കൊടുക്കുക. ഇതൊരു 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിന് മുന്നേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ലതാണ്, എക്സ്പെൻസ് കൂടും. അതുകൊണ്ട് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം. തെങ്ങിന്റെ കേട് മാറും, മണ്ണിന്റെ കേട് മാറും, മരത്തിന്റെ കേട് മാറും. അതുപോലെ തന്നെ ഒത്തിരി നാളികേരം ഉണ്ടാവും, നല്ല നാളികേരമായിട്ട് മാറും. താങ്ക് യു സാർ. ജെ ആർ സി ഗുഡ് ആർ സി.
ഓക്കെ, താങ്ക് യു. നമുക്ക് നമ്മുടെ റൂബി ഗിരീഷ് സാറ് റംബൂട്ടാൻ കാണിച്ച് കൊതിപ്പിച്ചിട്ട് റംബൂട്ടാൻ കഴിച്ചുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഗിരീഷ് സാർ മുട്ടിയ ജയാർസിൻ സാർ, സത്യത്തില് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ തുടങ്ങിയതല്ല, വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോ മരം കൂടുതലായപ്പോ നിറച്ച് കായുണ്ടായി. അപ്പൊ എന്ത് ചെയ്യും? തന്നെയല്ല, നമുക്ക് ഇതിന്റെ മേലെ കയറി വലയിടാൻ പറ്റത്തില്ല. അപ്പൊ അത് മക്കള് പറയാണ്, ഇതിപ്പോ റംബൂട്ടാൻ കണ്ട് കഴിക്കാനും പറ്റുന്നില്ല, കാരണം അവര് വലയിട്ടിട്ട് പോയി മേടിച്ച ആളുകള്. അപ്പൊ അവര് പറിക്കുമ്പോ തരാന്ന് പറഞ്ഞിട്ട് അവര് പോയിരിക്കാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ ഓരോന്നതിന്റെ ഇടയിൽ പറിച്ച് കഴിക്കും. ശരി. നല്ല റിസൾട്ടാണ്. അതില് ആകെ കൊടുത്തിരിക്കുന്നത് സമൃദ്ധി എന്ന് പറയുന്ന ഒരു ജൈവവളം കൊടുത്തിട്ടുണ്ട് കുറച്ച് അതിനിടയ്ക്ക്. അതുകൂടാതെ നമ്മുടെ ഗാർഡൻ ഗോൾഡ്, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യല്, അതില് റാപ്പിഡൊക്കെ മിക്സ് ചെയ്ത് തട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ടൊന്നല്ല, ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല റിസൾട്ടാണ്, നല്ല ടേസ്റ്റ് ആണ്, ഇഷ്ടം പോലെ കായുണ്ട്. ഇന്നിപ്പോ അവര് വന്ന് ഒരു മരത്തിന്റെ പറിച്ചിട്ട് പോയി അവര്. നല്ല റിസൾട്ടാണ്. കാരണം പുറത്തുനിന്ന് മേടിക്കുന്ന നമുക്ക് റംബുട്ടാൻ എന്ന് പറഞ്ഞാല് രാസവളമൊക്കെ ഇട്ടിട്ടുള്ള റംബുട്ടാനായിരിക്കും. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഏത് വിളകളായാലും, ഇപ്പൊ റംബുട്ടാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മംഗോസ്റ്റിൻ ആയിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, അതിന്റെ ജാതിക്കൊക്കെ ഇട്ടിട്ട് നല്ല റിസൾട്ടാണ്. അപ്പോ നമുക്ക് നിസ്സാര വില വരുന്നുള്ളൂ, മറ്റുള്ള രാസവളം ഉപയോഗിക്കുന്ന വില പോലും വരുന്നില്ല ഇതിന്. ഇപ്പൊ നമ്മൾ വാങ്ങി വെറുതെ രാസവളം ഇട്ട് നമ്മുടെ ഭൂമി നശിപ്പിക്കുന്നതിന് പകരം നമ്മൾ ഈ നമ്മുടെ ഗാർഡൻ ഗോൾഡും, സോയിൽ ഹെൽത്തും, ഫ്രൂട്ട് സ്പെഷ്യലും, ഡിഫൻഡും, അതേപോലെ തന്നെ റാപ്പിഡും, സ്പ്രേമാക്സും ഒരു സെറ്റ് വാങ്ങി വെക്കുക. ഒരു ചെടിക്ക് നിസ്സാരമല്ല കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു റംബുട്ടാനാണെങ്കിൽ 10 ഗ്രാം കൊടുക്കണ്ടു. അപ്പൊ എന്തായാലും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ വർഷം ഈ റംബുട്ടാൻ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇനി ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ എന്റെ സ്ഥലത്ത് മൊത്തം റംബുട്ടാന്റെ തൈകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ വർഷം തന്നെ അതുമ്മ കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഞാൻ കാണിച്ചത്, ഒരു 5 വർഷം മുന്നേ വെച്ച റംബുട്ടാനാണ്. അപ്പൊ എന്തായാലും വീണ്ടും ഒരു 10-20 റംബുട്ടാന്റെ തൈകൾ വെച്ചിട്ടുണ്ട്. 2 വർഷമായിട്ടുള്ളൂ, പക്ഷെ ചിലതുമ്മ കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പുറത്തു പോയാൽ കാണിച്ചു തരാം, ലേറ്റ് ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നാളെ അതിന്റെ കൂടെ കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് നമുക്ക് നാളത്തെ പ്രോഗ്രാമിൽ കാണിക്കാം. ഓക്കെ, ലൈവ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും യൂസ് ചെയ്യുക, ഇത് കണ്ട് രസിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും യൂസ് ചെയ്യുക. എല്ലാവരും ഒരു സെറ്റ് ഇത് വാങ്ങാം. എന്തൊക്കെ? ഒരു ഗാർഡൻ ഗോൾഡ് ഒരു 5 എണ്ണം മേടിക്കും. ഞാൻ ഇന്നും പോലും ഒരു ഗാർഡൻ ഗോൾഡ് മേടിച്ചു വന്നിട്ടുണ്ട്. ഗാർഡൻ ഗോൾഡ് ഒരു 5 എണ്ണം മേടിക്കുക, ഒരു ഫ്രൂട്ട് സ്പെഷ്യൽ മേടിക്കുക, ഒരു സോയിൽ ഹെൽത്ത് മേടിക്കുക, ഒരു റാപ്പിഡ് മേടിക്കുക, ഒരു ഡിഫൻഡ് മേടിക്കുക, ഒരെണ്ണം നമ്മളുടെ പിന്നെന്താ പറഞ്ഞ സ്പ്രേമാക്സ്. ഇത്രയും വാങ്ങി വെക്കുക. നമ്മളൊരു RCM പ്രവർത്തകന്റെ വീട്ടിൽ എല്ലാ സമയത്തും ഇത് ഉണ്ടാവണം. എത്ര പൈസ വരും? കഴിഞ്ഞ ദിവസം ജയകുമാർ സാറ് പറഞ്ഞൊരു കാര്യം, ആള് പറഞ്ഞത് മാസം മിനിമം ഒരു 2500 രൂപയുടെ പച്ചക്കറി മേടിക്കുന്നുണ്ടാവും. ശരിയല്ലേ? നിങ്ങൾ എല്ലാവരും ആലോചിച്ചു, നിങ്ങൾ കുടുംബനാഥനാണെങ്കിൽ ചിന്തിച്ച ഒരു മാസം 2500 രൂപയുടെ പച്ചക്കറി എന്തായാലും മേടിക്കുന്നുണ്ടാവും. ഈ 2500 രൂപയുടെ പച്ചക്കറി അല്ല, വിഷമാണ് വാങ്ങിച്ചു കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തില് 30,000 രൂപയുടെ പച്ചക്കറി നമ്മൾ വാങ്ങുന്നത്, 30,000 രൂപയുടെ വിഷം നമ്മൾ വാങ്ങി കഴിക്കുന്നുണ്ട്. ശരിയാണോ? ഒരു 5,000 രൂപയുടെ നമ്മുടെ ഹരിതസഞ്ജീവനി വാങ്ങാൻ പറ്റി കഴിഞ്ഞാൽ ഒരു 50,000 രൂപ പച്ചക്കറി നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വിൽക്കാൻ പറ്റും. ആലോചിച്ച് നോക്കി. അപ്പൊ 30,000 രൂപയ്ക്ക് എന്തിനാ നമ്മളൊരു വർഷത്തില് വിഷമയമായ പച്ചക്കറി വാങ്ങി കഴിക്കുന്നത്? 5,000 രൂപയ്ക്ക് ഹരിതസഞ്ജീവനി വാങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പച്ചക്കറി വിറ്റ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഇത് കേട്ടപ്പോ സത്യത്തില് ഞാൻ അപ്പോഴാണ് ഈ പച്ചക്കറി മേടിക്കുന്നതിന്റെ ആ ഒരു റേറ്റ് ഞാൻ ശ്രദ്ധിച്ചത്, ആള് പറഞ്ഞപ്പോ. അപ്പൊ ഇതെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുക. 100% നമ്മൾ ഹരിതസഞ്ജീവനി യൂസ് ചെയ്യുക, ഗാർഡൻ ഗോൾഡ് യൂസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു JRC. താങ്ക് യു ഗിരീഷ് സാർ, താങ്ക് യു വെരി മച്ച്. സാർ മൂർത്തി സാർ, നാളെ എറണാകുളം വേൾഡ് പ്രൈമില് ഒരു ഫുൾ ഡേ ക്ലാസ് എൻ്റെ ഉണ്ട്. അപ്പൊ എറണാകുളം ഭാഗത്തുള്ള ആർക്ക് വേണമെങ്കിലും അവിടെ വരാം. 10 മണിക്ക് തുടങ്ങും, ഉച്ച വരെ കോമൺ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. ഉച്ച കഴിഞ്ഞ് ഒരു ബിസിനസ് ക്ലാസ് ഉണ്ടായിരിക്കും.
എറണാകുളം വണ്ടർവേൾഡ് പ്രൈമില്. ഇതും കൂടി ഒന്ന് അറിയിക്കുകയാണ് ഇതിന്റെ കൂടെ. താങ്ക് യു. വളരെ സന്തോഷം. അപ്പോ എല്ലാവരും എറണാകുളം വണ്ടർവേൾഡിലെ പ്രോഗ്രാമിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞു വിടാൻ ശ്രമിക്കുക. കഴിയുന്നവരും പങ്കെടുക്കുക. വണ്ടർവേൾഡ് പ്രൈം സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു വണ്ടർവേൾഡ് പ്രൈമാണ്. കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകളുണ്ടാകും. ഒന്ന് പ്ലാൻ ചെയ്തോളൂ, ഒന്ന് വിസിറ്റ് ചെയ്തോളൂ. കാരണം ആർസിഎമ്മിന്റെ തനി പ്രൗഢി അറിയണമെങ്കിൽ അങ്ങനെയുള്ള വണ്ടർവേൾഡ് പ്രൈമുകൾ വിസിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ടെക്നിക്കൽ ടീച്ചർ കമലാബായി മാഡം ഹരിസഞ്ജീവിയുടെ ഒരു റിസൾട്ടും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. വെൽക്കം മാഡം. സാറേ താങ്ക് യു സാർ. ജയാസ്യം സാറേ, ഞാൻ ഹരിസഞ്ജീവനിലെ ഗാർഡൻ ഗോൾഡും സോയിൽ ഹെൽത്ത്, ഫുഡ് സ്പെഷ്യല് ഇത്രയും പ്രോഡക്റ്റ് അതുപോലെ സ്പ്രേ മാക്സ് ഇത്രയും ഉപയോഗിച്ചിട്ട് ഒരു 12 മൂട് മുളക് നട്ടു. മുളക് നട്ടതിന്റെ മുളക് ഞാൻ പറിച്ചതാണ്. ഇത്രയും മുളക് നല്ല. കഴിഞ്ഞ വർഷവും ഞാനത് കൃഷി ചെയ്തായിരുന്നു മുളക്. ഒന്നുകൂടെ ഉയർത്തി പിടിച്ച കാണട്ടെ. വേണ്ടേ, കാണാം സാറേ. ഇത് ഇപ്പൊ ഞാൻ പറിച്ചതാണ്. ഇത് 1 മാസം കൊണ്ട് ഇത് പറിച്ചു തുടങ്ങിയതാണ്. വേറെ ഒരു വെള്ളവും ചേർത്തിട്ടില്ല. ഞാൻ ആഴ്ചയിലൊരിക്കൽ ഗാർഡൻ ഗോൾഡ് കൊടുക്കും. ബാക്കി ഫുഡ് സ്പെഷ്യലും സോയിൽ ഹെൽത്ത്, സ്പ്രേ മാക്സ് നല്ലതായിട്ട്. എന്റെ ചെടി ഞാൻ നാളെ സാറിന് ഞാൻ അയച്ചു തരാം. അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരാം. ഇനി ഞാൻ ഇനി കുറച്ചുകൂടെ തക്കാളി, അതുപോലെ വഴുതന ഇതെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിനി ഉടനെ തന്നെ ഞാൻ ഗ്രോ ബാഗിൽ, എനിക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഗ്രോ ബാഗിലാണ് കൃഷി. അപ്പൊ അത് ഞാൻ